പറഞ്ഞയച്ചു. അതാണ് കാളിയന് ദർപ്പം ശമിപ്പിച്ചു. കൊന്നിട്ടൊന്നുമില്ല ഭഗവാൻ, കാളിയനെ കൊന്നതൊന്നും പറയരുത്. ദർപ്പം ശമിപ്പിച്ച് അദ്ദേഹത്തെ രമണകത്തിലേക്ക് തന്നെ പറഞ്ഞയച്ച കഥ. അതിനുശേഷം പിന്നീട് കഥ പറഞ്ഞിരിക്കുന്നത് വേണുഗാനം, ഭഗവാന്റെ വേണുഗാനം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഏറ്റവും എളുപ്പം പാട്ടാണ്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ധണി. എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സംഗീതം കൊണ്ട് സാധിക്കും. അപ്പൊ ഭഗവാൻ എല്ലാവർക്കും ആ അനുഭൂതി ഉണ്ടാവട്ടെ. ഈ ചുറ്റുപാട് മുഴുവൻ ശുദ്ധമാക്കാമെന്ന് കരുതി ഭഗവാൻ വേണുഗാനം ചെയ്യാൻ പുറപ്പെടുന്നു. ഗോപസ്ത്രീകൾ വീട്ടിലിടുന്ന ഭഗവാന്റെ വേണുഗാനം മനസ്സിൽ കാണും. അവർ കാട്ടിക്ക് പോണില്ല. പക്ഷെ കാട്ടിൽ നിന്ന് ഗോപന്മാർ കാണുന്നതിനേക്കാൾ നന്നായിട്ട് ആര് കാണും? വീട്ടിലിരുന്ന് അവർ കാണും. ഇപ്പൊ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ ആ വലിയ പാറയുടെ മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടാവും. കുട്ടികൾ വന്നിട്ട് ഭഗവാൻ അലങ്കരിക്കുന്നുണ്ടാവും. അതൊക്കെ അവർ മനസ്സിൽ കാണുകയാണ്. ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം ബിഭ്രതവാസ കനക കപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോഹോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി ബർഹാപീഠം. ശിരസില് നല്ല സ്വർണ്ണ കിരീടമൊക്കെ ഉണ്ട്. അതെടുത്ത് മാറ്റി കുട്ടികൾ. എന്തിനാ കൃഷ്ണ ഈ ഭാരം? 5-8 കിലോ തലയിൽ ഇങ്ങനെ വെക്കണം, ചട്ടി കമഴ്ത്തി വെച്ചതുപോലെ. കൃഷ്ണന് ഇങ്ങനെ ക്ഷീണം വേണ്ട എന്ന് കരുതി അവരതെടുത്ത് മാറ്റി അതിനേക്കാൾ ഭംഗിയുള്ള മയിൽപ്പീലി ശിരസിലും കണ്ടുവച്ചു. ബർഹാപീഠം. ഭഗവാന് സന്തോഷായി. വലിയ കിരീടമൊക്കെ വെച്ചാൽ ഭക്തന്മാർക്ക്, ദരിദ്രരായിട്ടുള്ള ഭക്തന്മാരുണ്ടാവും, അവർക്ക് സമർപ്പിക്കാൻ പറ്റുമോ കിരീടമൊക്കെ? സ്വർണ്ണ കിരീടം പറ്റില്ല. നേരെ മറിച്ച് മയിൽപ്പീലി ആണെങ്കിൽ ആർക്കും സമർപ്പിക്കാം. വലിയ കാശൊന്നുമില്ല, എളുപ്പം കിട്ടും കാട്ടുന്ന. ബർഹാപീഠം. ഭഗവാൻ ആ ശിരസിൽ മയിൽപ്പീലിയാണ് വെച്ചത്. അത് മാത്രമല്ല, മയിൽപ്പീലിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, മയിലിന്റെ പ്രത്യേകത അത് അപൂർവമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇണചേരാറുള്ളൂ. കാമത്തിന് വലിയൊരു പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാത്ത ജന്തുവാണ് ആര്? മയില്. അങ്ങനെയുള്ളവരെ ഞാൻ ശിരസിൽ വെക്കും. അതിനാണ് ഭഗവാൻ മയിൽപ്പീലി ശിരസിൽ വെച്ചത്. മുക്തി, മോക്ഷം, ഈശ്വരനാണ് മുഖ്യം. ഈ ഭാവ വേണ്ടത് നമുക്ക്. ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം. ചെവിയിലുള്ള കുണ്ടലങ്ങളൊക്കെ എടുത്ത് മാറ്റി മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂ അവര് ചെവിയിൽ അങ്ങനെ വെക്കും. ഭഗവാന്റെ കഴുത്തിൽ 2 ഭാഗത്തായിട്ട് അങ്ങനെ തോളിലേക്ക് ഇറക്കിക്കൊണ്ട് കൊന്നപ്പൂ ധാരാളമായിട്ട് അങ്ങനെ വെക്കും. ബിഭ്രതവാസഹ കനക കപിശം വൈജയന്തീം ചമാലാം. കഴുത്തിലുള്ള മാലയൊക്കെ എടുത്ത് മാറ്റി പകരം കാട്ടിലെ കായികനികളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മുട്ടുകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വൈജയന്തീം ചമാലാം. ആ മാല, വൈജയന്തി മാല ചാർത്തുന്നു. അവര് കൊണ്ടുവന്ന വേഷ്ടി, പലതരത്തിലുള്ള വേഷ്ടിയുണ്ട്, പച്ച, മഞ്ഞ, ചുവപ്പ്. അതൊക്കെ ഭഗവാന്റെ കഴുത്തിൽ അങ്ങനെ ചാർത്തും. കുറെ അരയിൽ കിട്ടും. അവരങ്ങനെ ഒരുക്കുകയാണ് ഭഗവാനെ, നാടകത്തിൽ വേഷം കെട്ടുന്നത് പോലെ. നടവരവപുക്കർണയോ കർണികാരം ബിഭ്രതവാസ കനക കപിശം വൈജയന്തീം ചമാലാം. ഇങ്ങനെ തനിക്ക് കൈങ്കര്യം ചെയ്യുന്ന, തന്നെ സ്നേഹിക്കുന്ന ഈ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു താൻ കൊടുക്കണ്ടേ? എന്താ കൊടുക്കുക? അവരാനന്ദിപ്പിക്കാം എന്ന് കരുതി തന്റെ അരയിൽ വെച്ച ആ മുളന്തണ്ട് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. ഗോപ്യഹ. ഗോപസ്ത്രീകൾ പറയാണ്, എന്ത് പുണ്യം ചെയ്തു ആ വേണു, ആ മുളന്തണ്ട്. ഗോപ്യഹ കിമാചരദയം കുശലം സ്മ വേണു ദാമോദരാധരസുധാമപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോ ശ്രുമുചുഃ തരവോ യഥാര്യാ. ആ മുളന്തണ്ട് എന്ത് പുണ്യം ചെയ്തു? ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് കുടിച്ചതിന്റെ പ്രസാദം ലേശം ബാക്കി ഞങ്ങൾക്കെന്നാ അനുഭവിക്കാൻ സാധിക്കുക? എന്ത് പുണ്യം ചെയ്തു ആ മുളന്തണ്ട്? മുളന്തണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ കേട്ടോ. മനുഷ്യ ശരീരത്തിന്റെ പ്രതീകമാണ് മുളന്തണ്ട്. ഓടക്കുഴലിന്, ലക്ഷണമൊത്ത ഓടക്കുഴലിന് 9 ദ്വാരങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്. നമ്മളും ലക്ഷ്യം വെക്കേണ്ടത് ഭഗവാൻ നമ്മളെ സ്വീകരിക്കണം എന്നാണ്. അപ്പോഴാണ് അതിൽ ശബ്ദബ്രഹ്മം ഉണ്ടാവുക. നമ്മളെ ഭഗവാൻ ഇപ്പോൾ സ്വീകരിക്കില്ല. എന്താ കാരണം വെച്ചാൽ കിട്ടിയിട്ട് കാര്യമില്ല, വിളിക്കാൻ പറ്റില്ല. മുളന്തണ്ട് ഭഗവാൻ എടുക്കപ്പെടാ 9 ദ്വാരം ഉണ്ടായാൽ മാത്രം പോരാ, ഉള്ളിൽ കഴമ്പൊക്കെ പോകണം. അപ്പോഴേ എടുത്താൽ മനോഹരമായിട്ട് ശബ്ദം എന്ന് പുറത്തേക്ക് വരുള്ളൂ. അപശ്രുതി വന്നാൽ വയ്യ. അപ്പൊ നമ്മളെടുത്ത അതാ വരിക. ഉള്ളിൽ കഴമ്പാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ ചെത്തി അങ്ങോട്ട് കളയണം. ഇപ്പൊ 7 ദിവസമായിട്ട് നമ്മൾ എന്താ ചെയ്യണത്? ലേച്ചായിട്ട് അങ്ങനെ ഉള്ളിലത്തെ ആ കഴമ്പൊക്കെ ചെത്തി കളയാണ്. അങ്ങനെ അത് ഉള്ളു പൊള്ളയായാൽ ആര് സ്വീകരിക്കും? ഈ ശരീരത്തെ ഭഗവാൻ സ്വീകരിക്കും എന്നാണ്. എന്ത് പുണ്യം ചെയ്തു ആ മുളന്തണ്ട്. വേണുഗാനം ചെയ്യുമ്പോൾ വൃക്ഷങ്ങളൊക്കെ ആടുന്നത് കണ്ടാൽ തോന്നും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുളന്തണ്ടിന് ഭഗവാന്റെ ചുണ്ടോട് ചേരാൻ സാധിച്ചതിന്റെ സന്തോഷം അവർക്ക്. അവരത് ആസ്വദിക്കുകയാണ്, അവരത് ആഘോഷിക്കുകയാണ്. അവർക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വംശത്തിൽപ്പെട്ട ഒരാൾക്ക് പറ്റില്ലോ. ഇതാണ് അവരുടെ ഭാവം. ധന്യാസ്മ മൂഢമതയ. ആ കാട്ടിലുള്ള ജന്തുക്കളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തു, ഭഗവാന്റെ വേണുഗാനം കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടല്ലോ. ആ 2 മാനുകളും, ആൺമാനും പെൺമാനും ഒരുമിച്ച് വന്ന് ആ വേണുഗാനം
കേൾക്കുന്നു, പോരാ കണ്ണുകൊണ്ട് കാണുന്നു. അവർ നോക്കുന്നത് കണ്ടാൽ തോന്നും അവർ നോട്ടം കൊണ്ട് ഭഗവാന് ദീപാരാധന കഴിക്കുകയാണോ തോന്നും. പൂജാം തതുർവിരചിതാം പ്രണയാവലോകൈ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്ന് ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നത് കണ്ടില്ലേ? ഭാഗ്യല്ലേ അത്? വലിയ ഭാഗ്യമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജോഡിയായിട്ട് വന്ന് ഭാഗവതം കേൾക്കണം വെച്ചാൽ അത്രയ്ക്ക് എന്ത് വേണം? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. ഭാര്യ കേൾക്കണ്ടേ ഭർത്താവിന് ഇത് ഇഷ്ടമല്ല, അങ്ങനെ ഉണ്ടാവും. ഇനി ഭർത്താവ് കേൾക്കണ്ടേ ഭാര്യയ്ക്ക് ഇത് വയ്യ. ഇത് ആൺമാനും പെൺമാനും ഒരുമിച്ച് വന്ന് ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നുവല്ലോ. പശുക്കുട്ടികൾ എന്ത് ഭാഗ്യം ചെയ്തു, ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. പശുക്കൾ നോക്കൂ, അയവറക്കാൻ മറന്നു. പായെന്ന് പുല്ലങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല, അവർ കണ്ണടച്ചു. പകുതി കണ്ണടച്ച് കണ്ണെന്ന് ആനന്ദാശ്രു, ആനന്ദ കണ്ണീരങ്ങനെ വരണോ, ചെവി കൂർപ്പിച്ച് വേണുഗാനം കേൾക്കുകയാണ്. എന്തെന്നില്ലാത്ത അനുഭൂതി. പരസ്പരം വൈരമുള്ള ജന്തുക്കൾ പോലെ അത് മറന്നു. കടിച്ചു കയറാൻ വരുന്ന സിംഹം വേണുഗാനം കണ്ട് കേട്ടാൽ പിന്നെ വാത്സല്യം മാനിനോടും മുയലിനോടൊക്കെ നക്കി തോർത്തി ഇങ്ങോട്ട് പോവുകയാണ്. അതാണ് ഈ വേണുഗാനത്തിന്റെ പ്രത്യേകത. എല്ലാവരും ഈ വേണുഗാനം ആസ്വദിച്ച് ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മളത് ചെയ്യണ്ടേ? അവരുറപ്പിച്ചു, ഇനി കാത്തു നിൽക്കാൻ വയ്യ, ഭഗവാനെ നമുക്ക് നേടണം. അതിനെന്താ വേണ്ടത്? ഭഗവാനെ കിട്ടുക. അതാണ് നമ്മുടെ ലക്ഷ്യം, മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അതിനെന്ത് വേണം? സദ്ഗുരുനാഥനെ ആശ്രയിക്കണം. അവരുടെ ഗുരുനാഥന്റെ അടുത്തേക്ക് ചെന്നു. ശാണ്ഡില്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, തുറന്നു പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ട്, എന്താ വഴി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് മായയാണ്. ആരാണ്? മായ. അതുകൊണ്ട് മായയോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പിന്നെയോ കേണ ഉപേക്ഷിക്കുക, എന്താ ഒന്ന് മാറി നിൽക്കണേ. യുദ്ധം ചെയ്താൽ അതിന് ശക്തി കൂടും ആണ്. അതുകൊണ്ട് അപേക്ഷിക്കുക, ഒന്ന് മാറി നിൽക്കണം മായ എന്ന് പറയാം. അങ്ങനെ മായാദേവിയെ ഉപാസിച്ചോളൂ. അങ്ങനെയാണെങ്കിലോ ആ മായ മാറിത്തരും. ആരെ അനുഭവിക്കാം? ഭഗവാനെ അനുഭവിക്കാം, ആനന്ദം അനുഭവിക്കാം. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അവര് കാത്യായനി വ്രതം അനുഷ്ഠിച്ചു എന്നാണ്. അങ്ങനെ ആ മഹാമായയെ ഉപാസിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. രാവിലെ ആയ നേരത്തെ എണീറ്റ് പോകും. അവര് ഒറ്റ വിചാരമേ ഉള്ളൂ, ഭഗവാനെ നേടണം, ഭഗവാനെ നേടണം. അവരെ സകല കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്. അവർ നേരത്തെ എണീറ്റ് പോയി വസ്ത്രം കഴിച്ചു വെച്ച് നീന്തിപ്പോയി അക്കരെത്തി മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഈ മന്ത്രം ജപിക്കും. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ആ ഭഗവാനെ ഞങ്ങൾക്ക് പതിയായിട്ട് കിട്ടണം. പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ. ഭഗവാനാണ് രക്ഷിക്കുന്നത് എല്ലാവരെയും. ആ തിരിച്ചറിവുണ്ടാക്കി തരണം. ഇപ്പൊ അതില്ല, അതാ കുഴപ്പം. ഭഗവാനാണ് രക്ഷിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിവുണ്ടാക്കി തരണേ. അപ്പോഴാണ് ശാന്തി ഉണ്ടാവുക. അങ്ങനെ അവര് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മാസം അവസാനമായി. വ്രതത്തിന്റെ അവസാനത്തിൽ ഭഗവതി പ്രത്യക്ഷപ്പെടുന്നത് കാത്തിരിക്കുക അവര്. ആര് പ്രത്യക്ഷപ്പെട്ടു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു 3:30 രാവിലെ, ഒരു 3:30 ഉണ്ടാവും. ഭഗവാൻ എത്തി. വേണുഗാനം ചെയ്യണം. വേണുഗാനം കണ്ട് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി കൃഷ്ണൻ എത്തിയെന്ന്. അവർ വേഗം വസ്ത്രം എടുക്കാനായിട്ട് വെള്ളത്തിലിറങ്ങി നീന്തി അക്കരയ്ക്ക് അങ്ങോട്ട് പോയപ്പോഴേക്കും വസ്ത്രം കാണുന്നില്ല. അതൊക്കെ അങ്ങോട്ട് പോയി. ഭഗവാൻ ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അവിടെ ചാർത്തിയിട്ടുണ്ട് ഇവരുടെ വസ്ത്രമൊക്കെ. ഒരു കേമായിട്ട് മണ്ഡപം പോലെ ഒരുക്കിയിട്ടുണ്ട്. അവരാ വെള്ളത്തിലിരുന്നും കൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തപോദിതം. ഞങ്ങൾ നോക്കൂ കൃഷ്ണ, നിന്റെ കൂട്ടുകാരികളല്ലേ. നീ ഇപ്പൊ നോക്കൂ, ഞങ്ങളുടെ വസ്ത്രമൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുപോയി. ഒന്നും ശരിയല്ല കേട്ടോ. നീ ധർമ്മം അറിയുന്നവനല്ലേ, ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനല്ലേ എന്നുള്ള പേര് വിളിച്ചപ്പോൾ ഭഗവാൻ പിന്നെ ധർമ്മം പഠിപ്പിക്കണ്ടേ? ധർമ്മജ്ഞ, ശീലമുള്ളവനല്ലേ നീ, സദാചാരമുള്ളവനല്ലേ, ധർമ്മം അനുഷ്ഠിക്കുന്നവനല്ലേ. ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രമൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന് അവർ ഉദ്ദേശിച്ചത്. ഭഗവാൻ അവരെ ധർമ്മം പഠിപ്പിച്ചു. അതിനാണ് ഗോപി വസ്ത്രാപഹാര ലീല. ഭഗവാൻ അവരോട് പറഞ്ഞു, അല്ലയോ ഗോപസ്ത്രീകളെ, നിങ്ങളുടെ ഉദ്ദേശം എന്നെ കിട്ടണം എന്നല്ലേ? നല്ല കാര്യമാണ്. ഭഗവാനെ നേടണം, അതല്ലേ ആഗ്രഹം? നല്ല ആഗ്രഹം. അതാണ് ആഗ്രഹിക്കേണ്ടത് എല്ലാവരും. ഭഗവാൻ എന്ന് പറഞ്ഞ സുഖം. എന്താണ്? സുഖസ്വരൂപൻ. സുഖാവണമെന്നല്ലേ നമുക്കൊക്കെ ഉള്ളത്? അതെ, നല്ല കാര്യമാണ്. അതിന് തടസ്സം എന്താണ്? അജ്ഞാനം. അതാണ് മായ. അത് നീങ്ങാനാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. നല്ല കാര്യം. അതിനുവേണ്ടി ദേവിയെ ഉപാസിക്കുന്നു, നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഒരാളെ ഉപാസിക്കുമ്പോൾ, ഒരാളെ പൂജിക്കുമ്പോൾ വേറൊരാളെ നിന്ദിച്ചും കൊണ്ടാവരുത്. അത് ശരിയല്ല. എന്താണ്? ഒരാളെ ആദരിക്കാൻ വേറൊരാളെ നിന്ദിച്ചും കൊണ്ട് വേണോ? അത് വേണ്ട, അത് ശരിയല്ല. നിങ്ങളിപ്പം ഭഗവതിയെ പൂജിക്കുമ്പോൾ ഒരു ഭഗവാനെ നിന്ദിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, ഞങ്ങൾ ആരെ നിന്ദിച്ചത്? യൂയം വിവസ്ത്രായ തപോധൃതവ്രത. നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വസ്ത്രം ഇല്ലാണ്ടാണ് ഈ ജലാശയത്തിൽ കുളിക്കുന്നത്. അതുകൊണ്ട് ജലം ദേവതയല്ലേ, വരുണ ഭഗവാനല്ലേ. ആ വരുണ ഭഗവാനെ നിങ്ങൾ പൊന്തിക്കാണ്, നിന്ദിക്കാണ്. അങ്ങനെ ചെയ്യരുത്. ജലത്തില്, ജലാശയത്തില് കാർക്കിച്ച് തുപ്പുക, മലമൂത്ര വിസർജനം ചെയ്യുക, വസ്ത്രം ഇല്ലാണ്ട് കുളിക്കുകയൊക്കെ ചെയ്താൽ അത് ജലദേവതയെ നിന്ദിക്കല, പാടില്ല. ഒരു മാന്യത വേണം. കേരളം വിട്ടു പുറത്തേക്ക് പോയാൽ, ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ചെരുപ്പിട്ട് ഇറങ്ങില്ല വെള്ളത്തില്. എന്താണ്?
ഗംഗയിലൊന്നും അവർ ചെരുപ്പിട്ട് ഇറങ്ങാൻ അവർക്ക് സാധിക്കില്ല. നമ്മൾ ഇറങ്ങുന്നത് കണ്ട നമ്മളെ നോക്കി അവർ ചീത്ത പറയും. കഷ്ടം തന്നെ. ലേശം പോലും മനസ്സിൽ ഭക്തി ഇല്ലാത്തവരാണല്ലോ ഇവരെന്ന് പറയും. കാരണം അമ്മയായിട്ടാ കാണുന്നതേ. അവിടുന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്നൊക്കെ ചെരുപ്പ് കഴിവെന്നല്ലാണ്ട് എന്ത് ചെരുപ്പിട്ട് വെള്ളത്തിൽ ഇറങ്ങില്ലേ. അത്രയ്ക്കുണ്ട് അവരുടെ ഭാവം. നിങ്ങൾ നോക്കൂ, വസ്ത്രമില്ലാണ്ടല്ലേ കുളിക്കുന്നത്. യൂയം വിവസ്ത്ര യഥബോധ വ്രത. വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് നിങ്ങളുടെ വ്രതത്തിന് ഭംഗം വന്നു. അവർക്കൊക്കെ പേടി, അയ്യോ വ്രതത്തിന് ഭംഗം വന്നാൽ പിന്നെ കൃഷ്ണൻ തന്നെ കിട്ടില്ലേ ഞങ്ങൾക്ക്. കുഴപ്പമില്ല, അതിന് പ്രായശ്ചിത്തമുണ്ട്. എന്താ പ്രായശ്ചിത്തം? വരുണദേവനെ നമസ്കരിക്കുക. കരയ്ക്ക് കയറിയിട്ടെ കാളിന്തിക്ക് നോക്കിയോട്ട് നമസ്കരിക്കുക. വരുണദേവനോട് പറയാൻ ക്ഷമിക്കണേ, പറ്റിപ്പോയി. ആദ്യം അവർ മടിച്ചു, പക്ഷെ പിന്നെ അവരുടെ അഭിമാനം പോയി. അവര് കരയ്ക്ക് കയറി ആരെ നമസ്കരിച്ചു? വരുണദേവനില്ല, ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. അവർക്കൊരു തിരിച്ചറിവുണ്ടായിപ്പോ എല്ലാ ദേവതയായിട്ടിരിക്കുന്നത് ആരാ? ഇവിടെ ഭഗവതിയായിട്ടും ഭഗവാനായിട്ടും വരുണനായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എന്താ കാരണം? ഇപ്പം ഭഗവതി വരേണ്ട സമയ ഉപാസിച്ചിട്ട് ഭഗവതി പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് ആര് വന്നു? ഭഗവതിക്ക് പകരം ഭഗവാൻ കൃഷ്ണനെ വന്നത്. കൃഷ്ണൻ തന്നെയാണ് ഈ ഭഗവതിയായിട്ട് വരുന്നതും. നമ്മൾ ആരാധിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമ്മൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നു ആ ഭാവം സ്വീകരിച്ച് വരികയാണ്. അതവർക്ക് മനസ്സിലായി. അതുകൊണ്ട് വരുണദേവൻ എന്ന് സങ്കല്പിച്ച് അതൊക്കെ ഭഗവാൻ തന്നെയല്ലേ എന്ന് കരുതി ഭഗവാനെ ഇങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാന് സന്തോഷമായി. അവർക്ക് കാര്യം മനസ്സിലായല്ലോ. ആ വസ്ത്രം അവർക്ക് തന്നെ കൊടുത്തു. അവരുടെ വസ്ത്രമാകുമ്പം അവർക്ക് അഹന്തണ്ട്. എന്റെ ദേഹം എന്നുള്ള ഭാവം, ദേഹമാണ് വസ്ത്രം. ഭഗവാൻ തൊട്ടങ്ങോട്ട് കൊടുത്തപ്പോൾ എന്തായി? അത് പ്രസാദമായി. ഇതാണ് ഭഗവാൻ കൊടുത്തത്. എന്താ? കാവ്യ വസ്ത്രം. അപ്പൊ നമ്മുടെ വസ്ത്രം ഇതല്ലേ, അഭിമാനം ഉണ്ടാവും. സന്യാസം അങ്ങോട്ട് കൊടുത്തു. ഇനി നടന്നോളൂ, ഈ ദേഹമായിട്ട് നടക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഒന്നിനും ഒട്ടാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ വസ്ത്രം കൊടുത്തു. ആ വസ്ത്രം എന്താ? സന്യാസാണ്. ഇനിയിപ്പോ ഗോപികൾ എന്തല്ല, അവരുള്ളുകൊണ്ട് സ്വാമിനി അമ്മമാരാണ്. അതാ ഓർക്കണം. സന്യസിച്ചു എന്നാണ് അർത്ഥം. അതാണ് താല്പര്യം. അതല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ കഥയൊക്കെ ആകെ മാറും. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കാൻ പോണ പരീക്ഷത്തിന് വസ്ത്രം കൊണ്ടുപോയ കഥ പറഞ്ഞു കൊടുക്കും. കൃഷ്ണൻ വന്നിട്ടേ വസ്ത്രം. ശ്രദ്ധിക്കണം, ഭാഗവത്തിൽ എന്താ പറഞ്ഞതെന്ന് അറിയാതെ നമ്മൾ നമ്മുടെ കഥ പോലെ ഭഗവാന്റെ കഥകൾ വ്യാഖ്യാനിച്ചാൽ നല്ലത് തന്നെയാണ്. ഈശ്വരനായതുകൊണ്ട് നമുക്ക് ആ മനസ്സവിടെ നിൽക്കുവച്ച നല്ലത് തന്നെ. പക്ഷെ താല്പര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭഗവാനെ നമ്മളൊരു മോശക്കാരനായിട്ട് വിചാരിക്കാൻ സാധ്യത ഉണ്ട്. കാര്യം മനസ്സിലാക്കണം. മപ്തുവാവി വസ്ത്ര ആപ്ലവനം വ്രതച്യുതിം. നിങ്ങൾ വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് വ്രതത്തിന് ചുതി വന്നു. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ അവർക്ക് ഭഗവാൻ വസ്ത്രം കൊടുത്തു. അതോടുകൂടി അവരുടെ ഭാവം മാറി. വന്നത് ഗോപികമാരായിട്ടാണെങ്കിലും പോയത് അവര് തപസ്വികളായിട്ടാണ്. കുറച്ചുകൂടി ഇങ്ങനെ എന്നെ തന്നെ മനസ്സിൽ വെച്ചിട്ട് കഴിയൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ അനുഭവിക്കാൻ സാധിക്കും. ആ അനുഭവമാണ് ആനന്ദം. അതിനു വേണ്ടിയിട്ടാണ് സന്യസിക്കുന്നത്. എന്തിനാണ് സന്യസിക്കുന്നത്? എന്തിനാ? സമാധാനമായിട്ടിരിക്കാനാണ് സന്യസിക്കുന്നത്. സന്യസിച്ച ഉടനെ കിട്ടുമോ? കിട്ടിക്കോളന്നില്ല. അതാ വഴിക്കാണ് സഞ്ചരിച്ച് കുറച്ച് നീങ്ങിയാൽ കിട്ടും. അതുകൊണ്ട് ഇപ്പം നിങ്ങളിതാ ചെല്ലൂ, വീട്ടിലേക്ക് തന്നെ പോകൂ, ഇപ്പോഴുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യൂ. അതെങ്ങനെ ചെയ്യണം? എനിക്ക് അർപ്പിച്ചും കൊണ്ട് ചെയ്യൂ. ഭാവത്തിൽ ഭക്തി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ അനുഭൂതി ഉണ്ടാവും. അതാണ് രാസം, രാസക്രീഡ. അങ്ങനെ അവർ തിരിച്ചുപോയി. പിന്നീട് ജാത്യഭിമാനം ഇല്ലാണ്ടാക്കി ബ്രാഹ്മണ സ്ത്രീകൾ അക്കാലത്ത് അവരെ അനുഗ്രഹിച്ചും കൊണ്ട് ബ്രാഹ്മണരുടെ ജാത്യഭിമാനം ഇല്ലാണ്ടാക്കി. ഇനിയിപ്പോൾ എന്ത് വേണം? ഇനി പദവിയോടുള്ള അഭിമാനം ഇല്ലാണ്ടാവണം. ഇതൊക്കെയാണ് നമുക്ക് ശരീരാഭിമാനം കൂടുന്നതേ. ദേഹത്തിനോടുള്ള അഭിമാനം ഇല്ലാണ്ടാക്കി ഗോപസ്ത്രീകളുടെ. ചിലർക്ക് ജാതിയോടുള്ള അഭിമാനം. ഞാൻ എൻ്റെ ജാതിയിലാണ്, എൻ്റെ കുലത്തിലാണ്, എൻ്റെ അച്ഛൻ ആരാന്നറിയോ, അമ്മ ആരാന്നറിയോ, ഞങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് അറിയോ, എത്ര കാശുണ്ടോ ഇഷ്ടമുണ്ടോ. ചിലർക്ക് അങ്ങനെയോ. ചിലർക്ക് പദവിയാണ്. അതാണ് ഇന്ദ്രന്റെ പ്രശ്നം. പദവിയോടുള്ള അഭിമാനവും പോകണം. അതിനാണ് ഭഗവാൻ ഗോവർദ്ധനോദ്ധാരണം ആലീല. ഒരിക്കൽ രാവിലെ ഭഗവാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് അച്ഛനും അവിടെയുള്ള കൂട്ടുകാരെല്ലാവരും കൂടി, അച്ഛൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛൻ എന്താ പരിപാടി എന്ന്. അപ്പൊ പറഞ്ഞു, ഇത് നീ ശ്രദ്ധിക്കാനായിട്ടാണ്, എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് ഇന്ദ്രയാഗം. എന്താണ്? ഇന്ദ്രനെ പൂജിക്കുകയാണേ. ചോദിച്ചു, എന്തിനത്? ഇന്ദ്രനെ പൂജിച്ചാൽ ഇന്ദ്രൻ മഴ പെയ്യിക്കും. മഴ പെയ്തിട്ടാണ് ഇവിടെ പുല്ലുണ്ടാവുന്നത്. ഈ പുല്ല് കഴിച്ചിട്ടാണ് പശുക്കളൊക്കെ കഴിയുന്നത്. പശുക്കളുടെ പാല് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ നമ്മൾ യാഗം ചെയ്താൽ ഇന്ദ്രൻ മഴ പെയ്യിക്കും. അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. അത് കേട്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, മഴ വീണത് ഇന്ദ്രന് യാഗം ചെയ്തിട്ടാ? അങ്ങനെയാണെങ്കിൽ കാട്ടിൽ ആരാ യാഗം ചെയ്യണത്? മഴ വീണുണ്ടല്ലോ കാട്ടിൽ. കടലിൽ ആരാ യാഗം ചെയ്യണത്? കടലിലും മഴ വീണുണ്ടല്ലോ. ഇനി യാഗം ചെയ്യാതെ നിൽക്കലും എന്ത് ചെയ്യുന്നുണ്ട്? മഴ വീണുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അച്ഛാ, നമ്മൾ പൂജിക്കേണ്ടത് ആരെയാണ്? ഈശ്വരനെ പൂജിക്കണം, വേണ്ട പറയണില്ല. ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം തന്നെയാ. എന്താണ്? അതാണ്. അല്ല, അവനവൻ ചെയ്യേണ്ട കർമ്മം ചെയ്യാണ്ട് എന്തെങ്കിലും പ്രതിമയെ പൂജിച്ചിട്ട് കാര്യമുണ്ടോ? ചെയ്യേണ്ടതൊന്നും ചെയ്യണില്ല. അച്ഛനും അമ്മയുണ്ട്, നോക്കില്ല, ജോലിക്ക് പോകില്ല, ഒന്നുമില്ല. എന്നിട്ടോ ഈശ്വര പൂജ. അതൊരു ആലസ്യമാണ്. എന്താണ്? ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിച്ചിട്ടുള്ള ഒളിച്ചോട്ടമാണത്. അങ്ങനെയൊന്നും തീരരുത്. ഭഗവാനെ പറ്റിക്കണ്ട. ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞത്, അർജുന യുദ്ധം ചെയ്യാണ്ട പോരുതേ, നീ യുദ്ധം ചെയ്യതാണ്. എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. നമ്മുടെ കർമ്മം എന്താണോ
ഹരേ രാമ 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 ഹരേ ഹരേ. ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. എന്താ പോവാത്തോ? എന്താ കറണ്ട് പോവാത്തോ? പോവും. അധ്യായം ഇങ്ങനെ പോയിക്കോട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ തസ്മാത് സംഭൂജയേത് കർമ്മ. അതുകൊണ്ട് അച്ഛാ, നമ്മൾ നമ്മുടെ കർമ്മത്തെ തന്നെ ഈശ്വരനായിട്ട് കണ്ടു പൂജിക്കുക വേണ്ടത്. ആരാ പറയണത്? ഈശ്വരനാ പറയണത്. ഈശ്വരനല്ലേ നമുക്ക് മുഖ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കൂ എന്നാണ്. സ്വധർമ്മ കർമ്മ വിമുഖാഹ കൃഷ്ണ കൃഷ്ണേ തിരാവിണ. വിഷ്ണുപുരാണത്തിൽ ഭഗവാൻ തന്നെ പറയാണ്, ചിലരുണ്ട് അവനവന്റെ കർമ്മമൊന്നും ചെയ്യില്ല, എന്നിട്ടോ രാവിലെ കൃഷ്ണ 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 എന്ന് വിളിച്ച് കരയും. തേ ഹരേർദ്വേഷിണ, അവരെന്റെ ദ്വേഷികളാണ്, എനിക്ക് അവരെ കണ്ടൂടാ. എന്താണ് അവര്? ഞാൻ അവതരിച്ചത് തന്നെ എന്തിനാ? ധർമാർത്ഥം ആണ്. എന്തിനാ ഭഗവാൻ അവതരിച്ചത്? ധർമ്മത്തെ രക്ഷിക്കാൻ. ആ ധർമ്മം അനുഷ്ഠിക്കാണ്ട് എന്റെ പേരിങ്ങനെ വിളിച്ചുകൊണ്ട് എന്താ കാര്യം എന്നാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കേണ്ടെന്നല്ല, ജപിക്കണം. മനസ്സിൽ ഭഗവാനെ വെക്കണം. തന്റെ കടമകളൊക്കെ വൃത്തിയിൽ ഈശ്വര പൂജയായിട്ട് ചെയ്യുക. ഇവിടെ ഇപ്പം പറയലാണെങ്കിൽ അത് ഈശ്വര പൂജ, കേൾക്കലാണെങ്കിൽ അത് ഈശ്വര പൂജ, ഭക്ഷണം ഉണ്ടാക്കുക അത് ഈശ്വര പൂജ, ഇനി ഇവിടെ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക അത് ഈശ്വര പൂജ ആണ്. ഒക്കെ ചെയ്യണത് ഈശ്വര പൂജയാക്കി ചെയ്യുക, അതല്ലേ വേണ്ടത്. അതുകൊണ്ട് കർമ്മത്തെ പൂജിക്കണം. ഞാൻ മനസ്സിലാക്കണത് ഇവിടെ പർവ്വതമുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത്. ആ മേഘത്തെ തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യിക്കണം നമ്മുടെ പരദേവത ഗോവർദ്ധനാണ്. പ്രകൃതി തന്നെയാണ് ദേവത. പ്രകൃതിയെയാണ് പൂജിക്കേണ്ടത്. അതന്നെയാണ് ഈശ്വരൻ. പശുക്കളുടെ കാരുണ്യം കൊണ്ടല്ലേ നമ്മൾ കേട്ടത് പശുവിനെ സ്നേഹിക്കൂ, പശുവിനെ പൂജിക്കൂ. അതുകൊണ്ട് ഗോപൂജ, ഗോവർദ്ധന പൂജ. ഇന്ദ്രപൂജ മാറ്റി പകരം എന്ത് ചെയ്തു? ഗോക്കളെ പൂജിക്കുക, ഗോവർദ്ധനത്തെ പൂജിക്കുക. പറയണത് കാര്യം തന്നെയാണ്, എതിർക്കാൻ വയ്യ. 7 വയസ്സ് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണത് എന്താണ്? ഈ യുക്തിക്ക് നിരക്കണതാണ്. ഗോവന്മാരൊക്കെ ഒന്ന് ആലോചിച്ചു. ശരിയാണ്, അയാൾ പറഞ്ഞത് കാര്യമാണ്. എന്നാ പിന്നെ അങ്ങനെയാവാന്നും പറഞ്ഞ് ആ അപ്പു അടിയൊക്കെ ആർക്ക് കൊടുത്തു? ഗോവർദ്ധനത്തെ നിവേദിച്ചു. ഗോവർദ്ധനം ഒരു രൂപം സ്വീകരിച്ച് ഭഗവാൻ തന്നെ വന്നു, ഞാനാണ് ഗോവർദ്ധന ദേവത പറഞ്ഞ അപ്പു അടിയൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി, തൃപ്തി, ഒരു പൂർണ്ണത. ഭഗവാൻ സ്വീകരിച്ചല്ലോ. പശുവിനെ പൂജിച്ചു. പൂജിക്കുക പറഞ്ഞാൽ സ്നേഹിക്കുക, സേവിക്കുക, അതാണ് അർത്ഥം. പ്രകൃതിയെ പൂജിക്കുക പറഞ്ഞ അർത്ഥം. ഗോവർദ്ധന പൂജ പറഞ്ഞ മണ്ണടിച്ചുണ്ടാക്കി ഗോവർദ്ധനം ഉണ്ടാക്കിയ പൂജിക്കുക. പൂജിക്കുക തെറ്റൊന്നുമില്ല. പക്ഷെ പാറ പൊട്ടിക്കുക, മണൽ വാരും ചെയ്യുക ഒരു ഭാഗത്തുനിന്ന്, വേറൊരു ഭാഗത്ത് ഗോവർദ്ധനത്തിനെ പൂജിക്കുകയും ചെയ്യുക, അതല്ല. അതാണ് താല്പര്യം. ഗോപൂജ എന്ന് പറഞ്ഞാൽ ഗോവിനെ ആദരിക്കണം. കേവലം മാല ചാർത്തിയോണ്ട് കാര്യമില്ല. അമ്മയെ പൂജിക്കുക പറഞ്ഞാൽ എന്താ? രാവിലെ അമ്മയെ അഭിഷേകം, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് പിന്നെ ആരതി, കർപ്പൂരം തലയിൽ വെച്ച് കത്തിക്കുക അമ്മയുടെ. ഇതൊന്നല്ല പൂജ. പൂജ പറഞ്ഞാൽ എന്താ? ബഹുമാനിക്കുക, ആദരിക്കുക, അമ്മയെ തൃപ്തിപ്പെടുത്തുക, അമ്മയ്ക്ക് സന്തോഷമാവട്ടെ എന്ന മട്ടിൽ കർമ്മം ചെയ്യുക. ഇതാണ് അമ്മയെ പൂജിക്കുക പറഞ്ഞത്. ഇതുപോലെ തന്നെ ഓരോന്നും. പ്രകൃതിയെ പൂജിക്കുക പറഞ്ഞാൽ പ്രകൃതിക്ക് വിഷമമുണ്ടാവരുത്, ആ മട്ടിൽ സ്നേഹിക്കുക, അതാണ് പൂജ. അതിന് ശ്രമിക്കൂ. നേരത്തെ ജലത്തെ രക്ഷിച്ചു, ഇപ്പതാ പർവ്വതത്തെ രക്ഷിച്ചു, മൃഗങ്ങളെ രക്ഷിച്ചു. ഇതെല്ലാം അവർക്കൊക്കെ സന്തോഷമായി. പശുവിനെ പൂജിച്ചു, ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം വെച്ചു, ഭഗവാൻ തന്നെ വാദ്യാരായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നെ ചെയ്യണം, എന്നെ പ്രദക്ഷിണം വെക്കണം, എന്നെ മന്ത്രം ജപിച്ചോളൂ, എല്ലാവരും നമസ്കരിച്ചോളൂ. അത് മാത്രം പോരാ. ആ ഗോവർദ്ധനത്തിലൊക്കെ ഗുഹയിലൊക്കെ എത്രയോ ഗോത്രവർഗ്ഗക്കാരുണ്ട് പുറമേക്ക് വരാണ്ടിരിക്കണം. അതുകൊണ്ട് അവരെയും കൂടി ഒപ്പരുത്തിയിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൊണ്ടുവന്നു. ഇതാണ് ഗോവർദ്ധനോദ്ധാരണം. ഗോവർദ്ധനത്തിലുള്ള ഗുഹയിൽ താമസിക്കുന്ന അവരെയൊക്കെ അങ്ങോട്ട് ഉയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. അന്യേഭ്യശ്ചാശ്വചാണ്ടാള പതിതേഭ്യ യഥാർഹത. ചണ്ടാളന്മാർ, പതിതന്മാർ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? അങ്ങനെ മാറ്റി നിർത്തരുത്. അവരെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഭഗവാൻ അവരെ കൂടി ഇരുത്തി, അങ്ങനെ അവരെയും പൂജിച്ചു. ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും സന്തോഷമായി, ഭംഗിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇന്ദ്രൻ ഇഷ്ടമായില്ല. ഇന്ദ്രൻ തന്റെ ഡയറി നോക്കിയപ്പോൾ ഇക്കൊല്ലത്തെ പൂജ കിട്ടിയില്ല. ഇതാണ് അഹന്ത. ഇന്ദ്രസ്തു ആത്മന പൂജ, തന്നെ പൂജിച്ചില്ല. 7 വയസ്സ് ഉണ്ണിയുടെ വർത്തമാനം കേട്ട് ആ നന്ദഗോപുരം തനിക്ക് അപ്രിയം ചെയ്തു. കുറച്ചു കാലമായി ഇവർക്ക് ഈ അഹങ്കാരം തുടങ്ങിയിട്ട്. ആ പശുവിന്റെ പാല് വിറ്റ് 4 കാശ് കയ്യിൽ കിട്ടിയപ്പോൾ അഹങ്കാരം കാണിച്ചു കൊടുക്കാം. ആ വൃന്ദാവനം തന്നെ ഞാൻ മുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് തുടങ്ങി. ഗംഭീരമായിട്ടുള്ള മഴ, പ്രളയകാലത്ത് വെച്ച മേഘങ്ങളെയൊക്കെ അങ്ങോട്ട് വിട്ടു. ഗംഭീര മഴ. അതോടുകൂടി ഗോപന്മാരൊക്കെ ചിലർ പറയാൻ തുടങ്ങി, ഇന്ദ്രന്റെ കോപാണെന്നാണ് തോന്നുന്നത്, നമ്മൾ ആ യാഗം മുടക്കിയില്ലേ. ഭഗവാൻ പറഞ്ഞു, എന്ത് ഇന്ദ്രകോപം? ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ, പ്രകൃതി നമുക്ക് അനുകൂലമാണെങ്കിൽ ഏത് ഇന്ദ്രണ്ടായിട്ട് എന്താ കാര്യം? ഭഗവാനിലെ ഒപ്പം നമ്മുടെ പരദേവതല്ലേ.
എന്ന് പറഞ്ഞ് നേരെ ഗോവർദ്ധനത്തിന്റെ അടുത്ത് അങ്ങോട്ട് വന്നു. ഗോവർദ്ധന ദേവതയെ എന്ന് വിളിച്ചപ്പോഴേക്കും ആ ഗോവർദ്ധന അങ്ങോട്ട് ചാടി ആരുടെ കയ്യിലിരുന്നു? ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ടിരുന്നു. കൈ അങ്ങോട്ട് പൊന്തിച്ചു. ചെറുവിരലിന്റെ മോൾ ആ ഗോവർദ്ധനത്തെ വെച്ചു. വിഷമിക്കാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളും ആ ഗോവർദ്ധനം പറയണത്. നമ്മുടെ പരദേവതി ആരാ? ഗോവർദ്ധനാണല്ലോ. അത് രക്ഷിച്ചോളും എന്നങ്ങോട്ട് പറഞ്ഞതും അവരൊക്കെ പിന്നെ സംശയിച്ചില്ല. എല്ലാവരും ആ ഗോവർദ്ധനത്തിന്റെ ചുവട്ടിൽ അങ്ങോട്ട് നിന്നു. ഗംഭീര മഴ പുറമെ, പക്ഷെ ഒന്നും അകത്ത് ചെറിയൊരു ചാറല് പോലും ഒന്നും ആരും അറിഞ്ഞില്ല. അവരൊക്കെ ഭഗവാന്റെ കൂടെ അങ്ങനെ നിന്നു. എത്ര ദിവസം? 7 ദിവസം ഉണ്ടായി ഈ മഴ. അവരുടെയൊക്കെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഈ മഴ നിൽക്കരുതേ എന്നാണ്. എന്താ കാരണം? ഭഗവാൻ എത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റിയത് ഇപ്പോഴാ. ഇത്ര അടുത്ത് രാവും പകലും തമാശയൊക്കെ പറഞ്ഞു ഭഗവാൻ അങ്ങനെ ചെറുവരെല്ലാ ഗോവർദ്ധനം പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ മഴ നിന്നാ ആര് പോവും? ഭഗവാനെ പർവ്വതം അവിടെ വെച്ച് പോവും, പിന്നെ കാണില്ല. അതുകൊണ്ട് ഇന്ദ്രാ നിർത്തരുതേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 7 ദിവസം. ക്ഷുത്രട് വ്യഥാം സുഖാപേക്ഷാം. ആ കാലൊന്നും മാറ്റിവെക്കുക പോലും ഉണ്ടായില്ല. ഒന്ന് കൈയൊന്നും മാറ്റി പിടിക്കണ്ടായില്ല. ആ ഭഗവാന്റെ പ്രഭാവം അവർ ശരിക്കും അറിഞ്ഞു. ഇന്ദ്രന് തൻ്റെ ശക്തിയൊക്കെ പോയി എന്നാണ്. തൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു. ഇന്ദ്രൻ അപ്പോഴാ ബോധ്യായത് ഈശ്വര ആരുടെ നേരെ താൻ മെനക്കെട്ടത്? ആരുടെ നേരെയാ പുറപ്പെട്ടത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ താൻ ഇങ്ങനെ കഴിഞ്ഞു കൂട്ടുന്നത്? ഒരു നിമിഷം താൻ അഹന്ത കൊണ്ട് മറന്നുപോയല്ലോ എന്നുള്ള ആ ഭാവമായി ഇന്ദ്രന്. മഴ തീർന്ന സമയത്ത് ഭഗവാൻ തൻ്റെ കൂട്ടുകാരോടും ഗോപസ്ത്രീകളോടും ഒക്കെ പറഞ്ഞു, പുറത്തേക്ക് വന്നോളൂ, മഴ കഴിഞ്ഞു. ഇനി എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോളൂ. പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. പാത്രം കുട ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ആ പർവ്വതം അങ്ങോട്ട് വെച്ചിട്ട് നീ അയ്യോ എടുത്തില്ല, പാത്രം എടുത്തില്ല, കുട എടുത്തില്ല, കണ്ടെടുത്തില്ല പറഞ്ഞാൽ കൊടുക്കും. അതുകൊണ്ട് എടുക്കേണ്ടതൊക്കെ എടുത്തോളൂ. സ്ത്രീകളും കുട്ടികളും ആദ്യം കണ്ട് ഇറങ്ങിക്കോളൂ. പ്രായമുള്ളവർ ആദ്യം കണ്ട് കോട്ടയത്തിന് ശേഷം ബാക്കിയുള്ളവർക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ ഭഗവാൻ അവരൊക്കെ പുറത്തേക്ക് നിർത്തി. അങ്ങനെ ആ പർവ്വതം അവിടെ അങ്ങോട്ട് വെച്ചു. യശോദ അങ്ങോട്ട് ഓടി വന്നു. കൃഷ്ണന്റെ കയ്യിൽ എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും മായ എന്നാണ് ഈ വലിയ പർവ്വതമെടുത്ത ഭഗവാന്റെ കയ്യിൽ എന്ത് പറ്റാൻ. പക്ഷെ അവിടെ ആ സമയത്ത് ഭഗവാനായിട്ട് തോന്നിയെങ്കിലും പർവ്വതം അവിടെ വെച്ച സമയത്ത് പെട്ടെന്ന് ഭഗവാന്റെ പുഞ്ചിരി കണ്ടപ്പോഴേക്കും എൻ്റെ ഉണ്ണിയല്ലേ, ആ ഇളം പൈതൽ, ആ ഉണ്ണിയുടെ കയ്യിൽ എന്തെങ്കിലും പറ്റിയോ എന്നുള്ള മട്ടിൽ വരണോ, ചരട് ജപിച്ച് കെട്ടണോ, എന്തൊക്കെയോ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇന്ദ്രൻ കാര്യം മനസ്സിലാക്കി. ഭഗവാനോടൊന്ന് ക്ഷമ പറയണം. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഫേസ് ചെയ്യാൻ പറ്റണില്ല ഭഗവാന്റെ. എങ്ങനെയപ്പം ഭഗവാൻ എടുത്തു പോയി നിൽക്കുക? അതുകൊണ്ട് കൂടെ ബ്രഹ്മദേവനെന്ന് കൂട്ടിയാലോ ശിപാർശ പറയാൻ. ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ അങ്ങൊന്ന് വരണം, ഞാൻ ഇങ്ങനെ ഒരു അപകടം ചെയ്തു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ മുന്നേ വേറൊരു അപകടം ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇവിടെ. അതുകൊണ്ട് ഞാനില്ല, തൽക്കാലം അങ്ങ് ആ പശുവിനെയും കൂട്ടി പോയിക്കോളും. ഏത് പശു? സുരഭി പശു. കൃഷ്ണന് പശുക്കളെ വലിയ ഇഷ്ടമാണ്. ഗോലോകത്തുള്ള ആ സുരഭി പശുവിനെ കൂട്ടി പോയാൽ തൽക്കാലം രക്ഷപ്പെടാം. അങ്ങനെ ഗോലോകത്ത് പോയി ആ സുരഭി പശുവിനെയും കൂട്ടി ഇവിടെ എത്തി. കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ആര്? ഇന്ദ്രൻ. സുരഭി പശു ഇവിടെ എത്തിയപ്പോൾ കാല് മാറി. കൃഷ്ണ, ഞങ്ങളുടെ ഇന്ദ്രൻ നീയാ, ഈ ഇന്ദ്രനൊന്നുമല്ല. കാരണം ഞങ്ങളുടെ വംശത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ ഇയാൾ ദ്രോഹിക്കല്ലേ ഉണ്ടായത്, രക്ഷിക്കാൻ ആരാ ഉണ്ടായത്? നീയല്ലേ. അതുകൊണ്ട് തൻ്റെ അകിട്ടിലുള്ള പാല് കൊണ്ട് ഗോക്കളുടെ ഇന്ദ്രൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദ ഇതിചാഭ്യധാത്, ഗോവിന്ദാന്ന് വിളിച്ച് ആ സുരഭി പശു അഭിഷേകം ചെയ്തു. ആകാശഗംഗായ ഐരാവത കരോധൃതൈഹി. പാലഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ജലം കൊണ്ടുള്ള അഭിഷേകമാണ്. ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ ആകാശഗംഗ ഉണ്ട്. അപ്പോൾ പാലാഭിഷേകം കഴിഞ്ഞപ്പോൾ ആ ഐരാവതം തൻ്റെ കയ്യിലുള്ള ആ തുമ്പിക്കൈയിലുള്ള ആകാശഗംഗ കൊണ്ട് ഭഗവാന് അഭിഷേകം. തൻ്റെ അഹന്ത വിട്ട് അഹങ്കാരം ഒഴിവാക്കി ആ ഇന്ദ്രൻ കണ്ണീര് വിട്ട് ഗോവിന്ദ 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 എന്ന് ജപിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്തു. ഇതാണ് ഗോവിന്ദ പട്ടാഭിഷേകം. ഗോവിന്ദ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. പ്രധാനപ്പെട്ട അർത്ഥം ഗോഭിഹി ഉപനിഷത്ത് വാക്യേഷു വിന്ദത്തെ ഇതി ഗോവിന്ദ. ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്ന തത്വം, ആനന്ദം കൊടുക്കുന്നവൻ, ആശ്രയിക്കുന്നവർക്ക്. അതാണ് ഗോവിന്ദൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം. അങ്ങനെ അവരുടെ അഹങ്കാരം തീർത്ത്, ആ ഇന്ദ്രന്റെ അഹങ്കാരം തീർത്ത് ഇന്ദ്രൻ രക്ഷിച്ച കഥ. അതാണ് ഗോവിന്ദാഭിഷേകം. പദവിയോടുള്ള അഭിമാനം ഇല്ലാണ്ടാക്കി. ഇനി എന്ത് വേണം ഭഗവാനെ കിട്ടാൻ? രുചിയോടുള്ള താല്പര്യം കുറയണം. അതാണ് വരുണനാണ് രുചിയുടെ ദേവത. വരുണജയം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തില്. ഏകാദശിയാം നിരാഹാര. ഏകാദശി നോറ്റുകാര് നന്ദഗോപര് എങ്ങനെ ആഹാരം കഴിക്കാതെ, അങ്ങനെയാണ് വേണ്ടത്. ആഹാരം കഴിക്കാതെ ആവുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറയുന്നതാണ്. അത് ശീലിച്ചിട്ട് നിന്നും കഴിക്കണോണ്ടാണ് ഈ ബുദ്ധിമുട്ടേ. അതുകൊണ്ട് ഒഴിവാക്കി നോക്കും. ഒഴിവാക്കുമ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് പിന്നെ അത് വേണമെന്നില്ലേണ്ടിയാവും. അതിനാണ് ഇടയ്ക്ക് ഏകാദശി ഒന്നും ആഹാരം കഴിക്കാണ്ടിരിക്കുക. അന്ന് നമുക്ക് റവോത്സവ. നമ്മൾ അന്ന് കുറെ റവ കഴിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം റവ കഴിക്കും. എന്നിട്ട് ചിലർ വന്ന് ചോദിക്കും, തിരുമേനി മലര് കഴിച്ചു, ഏകാദശി മുടങ്ങിയോ? ഒരു കിണ്ടിൽ റവ കഴിച്ച് മുടങ്ങാത്ത ഏകാദശി ഒരു മലര് കഴിച്ചാൽ എന്താണ് നമ്മുടെ അജ്ഞാനം. ഏകാദശിയാം നിരാഹാര. ഏകാദശി എന്ന് പറഞ്ഞ, ഏകാദശ എന്ന് പറഞ്ഞ 11 അർത്ഥം.
കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ 10 പിന്നെ മനസ്സ് 11. ഇതൊക്കെ ഭഗവാനിലേക്ക് തിരിക്കുക. ഈശ്വര വിചാരത്തോടു കൂടി കഴിയലാണെന്ത് ഏകാദശി. അങ്ങനെ ഈശ്വര വിചാരം ഉണ്ടാവണമെങ്കിൽ ആഹാരം അധികം കഴിച്ചാൽ ഉണ്ടാവില്ല. അതറിയണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് അറിയില്ല, ഇവിടെ ഇരിക്കുക. അപ്പൊ അറിയും എന്ത് ഈശ്വര വിചാരം ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഉച്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കുറച്ച് പേര് വീട്ടിൽ തന്നെ പോകും. പിന്നെ ഇവിടെ ഇരിക്കണ്ടെങ്കിൽ അശൊക്കെ ഒന്ന് ഉറങ്ങി. ഇങ്ങനെ അത് ആഹാരം കഴിച്ചുകൊണ്ടാണ്. ആഹാരം കൂടുതൽ കഴിച്ചാൽ ഈശ്വര ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകും. രുചിയെ ജയിക്കുക വേണ്ടത്. രുചിയോട് താല്പര്യമുള്ളവർക്ക് കാമം വർദ്ധിക്കും. കാമമാണ് ഭഗവാനെ കിട്ടാൻ തടസ്സം. ഭഗവാനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കാമം കുറയ്ക്കുക. അതിനെന്താ വഴി? നമുക്ക് ചെയ്യാൻ പറ്റത് രുചിയോടുള്ള താല്പര്യം കുറയ്ക്കുക. ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുക രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അങ്ങനെ വെച്ചാൽ അത് പറ്റുക? ഒന്നും പറ്റില്ല. എന്നാ പിന്നെ വല്ലാണ്ടൊന്നും രുചിക്ക് ഓടണ്ട. ഉള്ളത് എന്താ വെച്ചാൽ കഴിച്ച് ഭഗവാന്റെ പ്രസാദം എന്നുള്ള മട്ടിൽ അനുഭവിച്ച് ഭഗവാനെ കിട്ടാൻ ശ്രമിക്കുക. അതാണ്. ഏതായാലും ഇദ്ദേഹം ഒന്നും കഴിക്കാണ്ടിയാണ് ഏകാദശി നോറ്റത്. പിറ്റേന്ന് രാവിലെ നല്ല വിശപ്പ്. രാവിലെ അത് നിന്നിട്ടില്ല. രാത്രി തന്നെ പോയി ഇദ്ദേഹം കുളിക്കാൻ. വരുണയാമം കഴിഞ്ഞില്ല. വരുണന്റെ ഭൃത്യന്മാർ കൊണ്ടുപോയി. നന്ദഗോപുര മനസ്സിലാക്കിയില്ല. ഭഗവാന്റെ അച്ഛനാന്ന് അവർക്കറിയില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയ സമയത്ത് ഈ വരുണദേവൻ നന്ദനെ കണ്ടപ്പോഴാണ് ആരെ കൊണ്ടുപോകുന്നത്? ഈശ്വരന്റെ, ഭഗവാന്റെ അച്ഛനെയാ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ അന്വേഷിച്ച് ആര് വരും? ഭഗവാൻ വരില്ലേ? ഭഗവാനിലെ തനിക്ക് ശമ്പളം തരുന്നത്. ഇതിപ്പോ എന്താ ഉണ്ടാവുക? വേഗം തന്നെ ആ നന്ദഗോപരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തന്റെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്തു. ആസവങ്ങളൊക്കെ കൊടുത്തു. അവിടേക്ക് അന്വേഷിച്ചാരെത്തി? ഭഗവാൻ എത്തി. അറിയാണ്ട പറ്റിയതാണ്. എന്റെ ഭക്തന്മാർക്ക് അറിയില്ല ഭഗവാനെ, ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാൽക്കൽ വീണു. ഭഗവാൻ പറഞ്ഞു സാരല്ല, പോട്ടെ, ഒന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അച്ഛനെയും കൊണ്ട് പൊന്തി വന്നു. ഇത്രയും കണ്ടപ്പം ഗോപന്മാർക്ക് മനസ്സിലായി ചില്ലറക്കാരനല്ല. ഇപ്പൊ കുറച്ചു കാലം ഇങ്ങനെ കാണുന്നു പലതും. നല്ലോണം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കാളിയന്റെ മുകളിൽ നൃത്തം വെച്ചപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതല്ല, അന്ന് ആ വണ്ടി പൊട്ടിച്ചപ്പോൾ തന്നെ പിന്നെ അത് എന്തോ ആവുന്നു വിട്ടു. പിന്നെ ആ വലിയ പർവ്വതം ഇങ്ങനെ ചെറുവിരൽ വെച്ചപ്പം ഇനിയിപ്പോ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയ അച്ഛനെ കൊണ്ടുവരണു. അടുത്ത് വന്ന് ഗോപന്മാര് ചോദിച്ചു, അന്ന് ആ ഗർഗാചാര്യ രഹസ്യമായിട്ട് ആ വാതിലടച്ച അങ്ങയോട് എന്തോ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് പറയണം. എന്താ പറഞ്ഞത്? ഈ പറയണം എന്നൊക്കെ പറഞ്ഞപ്പം അന്തര് പറഞ്ഞു, എന്താ പറഞ്ഞത് ചോദിച്ചാൽ നാരായണ സമോ ഗുണൈഹി, ഈ ഉണ്ണിയെ ആശ്രയിച്ചോളൂ, ഇയാള് നാരായണ സമം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതുപോലെ വേറൊന്നുമില്ല. നാരായണന്റെ സമമായിട്ട് ആരേ ഉള്ളൂ? നാരായണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? പറയാണ്ട് പറഞ്ഞു. അങ്ങോട്ട് പറയാൻ വയ്യ ഭഗവാനാണ്. എന്നാ ഭഗവാനല്ലാന്ന് അങ്ങോട്ട് അതും വയ്യ. അപ്പൊ അതുകൊണ്ട് പറയാണ്ട് പറഞ്ഞു ഗർഗാചാര്യർ ഭഗവാനാണെന്ന്. അതോടുകൂടി വൈകുണ്ഠം അനുഭവിക്കണം. അവർക്ക് മോഹം. അവർ വന്ന് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾക്ക് ഗോപന്മാരൊക്കെ വന്ന് പറയാ വൈകുണ്ഠം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ? ഭഗവാൻ അവരെ ഇങ്ങോട്ട് തൊട്ടു. ഇനി ഒന്ന് കണ്ണു തുറക്കൂ പറഞ്ഞത് അവരൊക്കെ എവിടെ എത്തി? വൈകുണ്ഠത്തിലെത്തി. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മജ്യോതി സനാതനം യദ്ധി പശ്യന്തി മുനയഃ ഗുണാപായേ സമാഹിതാഃ എന്ന് പറഞ്ഞ താല്പര്യം ഇവിടുത്തെ പുരുഷന്മാർക്കൊക്കെ രാസാനുഭവം കൊടുത്തു. എന്താണ്? ചിലധാരണം സ്ത്രീകൾക്ക് മാത്രം എന്നാണ്. ആശിച്ചെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഇവിടെ സത്യം ജ്ഞാനം അനന്തം യത്, സത്യം ജ്ഞാനം അനന്തമായ അനുഭവം അവർക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വൃന്ദാവൻ തന്നെ പോകണം, അവിടെ ഇതിനേക്കാൾ രസ. ശരി, എന്നാ പിന്നെ അങ്ങനെ അവിടെ കണ്ണു തുറന്നോളൂ. എവിടെ എത്തി? വൃന്ദാവനത്തിൽ തന്നെ എത്തി. ഇനി ഗോപികമാർക്ക് ആ രാസം, ആ അനുഭൂതി, അതാണ് രാസക്രീഡ. ഒരു ദിവസം രാത്രി ഭഗവാൻ വൃന്ദാവനത്തിൽ ചെന്നു. ഭഗവാനപിതാരാത്രീ ശരദോത്ഫുല്ല മല്ലിക വീക്ഷരന്തും മനഃചക്രേ യോഗമായാമുപാശ്രിത. യോഗമായയെ ആശ്രയിച്ചു. മായയെ ആശ്രയിച്ചു പറഞ്ഞാൽ പിന്നെ അർത്ഥം എന്താ? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്ന് അർത്ഥം. എന്താണ്? ഇല്ലാത്തതിനെ ആരാശ്രയിച്ചു? ആശ്രയിക്കല്ല, സ്വീകരിച്ചു അല്ലേ. രാത്രി മനോഹരമായിട്ട് ഭഗവാൻ വേണുഗാനം ചെയ്തു. ആ വേണുഗാനം ചില ഗോപസ്ത്രീകൾ കേട്ടു. അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. എല്ലാവരും കേട്ടു പറയാൻ വയ്യ. ചിലർ കേട്ടു. കേട്ടെല്ലാവരും വന്നു. ഇല്ല, എല്ലാവരും വന്നില്ല. ചിലർ വന്നു. നോട്ടീസ് എല്ലാവർക്കും കിട്ടിയോ? ഇല്ല, കുറച്ചു പേർക്ക് കിട്ടി. കിട്ടിയവരൊക്കെ വന്നു. ഇല്ല, കുറച്ചു പേര് വന്നു. അതേപോലെയാണ്. ആരാ വരുന്നത്? ഭാഗ്യവാന്മാർ. ഭഗവാന്റെ ലെറ്റർ എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല. വേണുഗാനം എല്ലാവരും കേട്ടോളന്നില്ല. ഭാഗവതം കേൾക്കണമെന്നുള്ള ത്വര എത്ര പേർക്കുണ്ട്? ആ ത്വരയാണെന്ത്? ആ താല്പര്യമാണ് വേണുഗാനം. ഉള്ളിലാ കേൾക്കേണ്ടത്. അത് ഉള്ളിലാണ് ഉണ്ടാവുക. ഒന്നും കൂടി നല്ല ഭാഷയിൽ നമുക്ക് മനസ്സിലാവണ വിധത്തിൽ പറഞ്ഞാൽ സന്യസിക്കണം. എന്താണ്? സന്യസിച്ചേ പറ്റൂ. സന്യസിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടണം. അതാണ് അർത്ഥം. ഇവിടെ ഉള്ളതൊക്കെ നിസ്സാരമായിട്ട് തോന്നുകയാണ്. ഭർത്താവ്, ഭാര്യ, കുട്ടി, ശമ്പളം, ഇതൊക്കെ ഒഴിവാക്കണം. ഭഗവാനെ വേണം. ഈ വിചാരമാണ് എന്ത്? വേണുഗാനം. ആ വേണുഗാനം പലരും കേട്ടു. എല്ലാവരും ഈ പറഞ്ഞതുപോലെ ജോലി വിട്ടു. ഭർത്താവിനെ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, അവരൊക്കെ അങ്ങോട്ട് പോയി. അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഇതിങ്ങനെയല്ല പറഞ്ഞത് വെച്ച് നമ്മൾ തെറ്റിദ്ധരിക്കും. കുറച്ച് സ്ത്രീകൾ ഒരു പുരുഷന്റെ അടുത്തേക്ക് ഓടി വന്നു വിചാരിച്ചാൽ തെറ്റി.
വ്യത്യസ്ത വസ്ത്രാഭരണാഹ കാശ്ചിത് ആണ്. വസ്ത്രവും ആഭരണമൊക്കെ അവർക്ക് മാറിപ്പോയി എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് ദേഹാഭിമാനം പോയി. അതെപ്പം പോയി? വസ്ത്രാപഹാര ലീല അഭിമാനം ഇല്ലാണ്ടിയാക്കിയതാ. അതോടുകൂടി അവർക്കിപ്പം എന്തില്ല? ദേഹാഭിമാനം ഇല്ല. കൃഷ്ണൻ ഉണ്ടായി എന്നുള്ളത് കേട്ട സമയത്ത് അവർ ഓടി വന്നത് എങ്ങനെയാ? കേമായിട്ട് എടുത്തു ഒരുങ്ങിയിട്ടല്ലേ വന്നത്. അന്ന് അവർക്ക് ദേഹാഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ഇല്ല എന്ന് കാണിക്കാനാണെന്ന് പറഞ്ഞത്. അവരണിഞ്ഞതൊക്കെ മാറി മുക്കുത്തിരത്ത് കമ്മലാക്കിയിട്ടുണ്ട്, അരിഞ്ഞാടുത്ത് കഴുത്ത് കെട്ടിയിട്ടുണ്ട്. വസ്ത്രവും ആഭരണമൊക്കെ ഒരു കണ്ണ് എഴുതിയുള്ളൂ. അപ്പോഴാണ് വേണുഗാനം കേട്ടത്. മറ്റേ കണ്ണ് എഴുതാൻ നിന്നില്ല. അവർ ഓടി ഭഗവാന്റെ അടുത്തേക്ക്. ഭർത്താവിന് വിളമ്പിക്കൊണ്ടിരിക്കുക ഭക്ഷണം. അപ്പോഴാണ് വേണുഗാനം കേട്ടത്. വിളമ്പൽ നിർത്തി. കർമ്മങ്ങളൊക്കെ നിർത്തണം. എപ്പം ഈ ഒരു ചിന്ത വന്നാൽ പിന്നെ കർമ്മങ്ങളൊക്കെ ഭഗവാനെ കിട്ടാനാ. ഭഗവാനെ കിട്ടണെടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കർമ്മമൊക്കെ നിർത്തണം. അവർ നിർത്തി. അവർ ഓടി ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ അവരുടെ ആ ഒരു ശക്തി ആണ് വന്നത്. എങ്ങനെയാണോ എന്ന് അറിയണ്ടേ, ഒന്ന് പരീക്ഷിക്കണ്ടേ. അതിനുവേണ്ടി ഭഗവാൻ ചിലത് പറഞ്ഞു. ഈ രാത്രി സമയത്ത് നിങ്ങൾ എന്തിനാ ഓടി വന്നത്? നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ, കുട്ടികളില്ലേ? അവരൊക്കെ വിട്ട് ഓടി വരികയാണോ? ഇത് ശരിയാണോ? ധർമ്മത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യയുടെ വലിയ ധർമ്മം എന്താ ഇഷ്ടണ്ടോ? ഭർത്തുഹു ശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായ. ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ്, ഭർത്താവിനെ നോക്കുക. അതാണ് ഭാര്യയുടെ ഏറ്റവും വലിയ ധർമ്മം. എന്താ? ഭർത്താവിനെ നോക്കുക പറഞ്ഞ കണ്ണുരുട്ടി നോക്കല്ല. അത് പണ്ട് അതല്ല പറഞ്ഞത്. ശുശ്രൂഷണം, ശുശ്രൂഷിക്കുക. അതാണെന്ത്? ഏറ്റവും വലിയ ധർമ്മം. ഭർത്താവിനെ മാത്രമല്ല, തത് ബന്ധൂനാം ച കല്യാണ്യാം പ്രജാനാം ചാനുപോഷണം. ഭർത്താവിന്റെ ബന്ധുക്കളെയൊക്കെ ശുശ്രൂഷിക്കുക. അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. സ്വന്തം അച്ഛനും അമ്മയേക്കാൾ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക. ഇനി ഭർത്താവ് എങ്ങനെയുള്ള ആളാണെങ്കിലും സ്നേഹിക്കണം. ദുശീലുണ്ട് കരുതി ഒഴിവാക്കരുതേ. ദുർഭഗ, ഭാഗ്യമില്ല എന്ന് കരുതി ഒഴിവാക്കരുതേ. ജഡനാണെങ്കിലും രോഗിയാണെങ്കിലും കാശില്ലെങ്കിലും ഒക്കെ അദ്ദേഹത്തെ പൂജിക്കുക. അതാണ് പത്നിയുടെ ധർമ്മം. ധർമ്മത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ പറയേണ്ടത് ഭഗവാൻ. ഇതിപ്പോ സ്ത്രീകളോടാണ് ഇങ്ങനെ പറഞ്ഞു. ഇനി പുരുഷന്മാരോടാണ് എന്താ പറയാ? പത്നി ശുശ്രൂഷണം പുംസാം. പുരുഷന്മാരുടെ ഏറ്റവും വലിയ ധർമ്മം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ നോക്കണം. അതിനെയാണത് അവരുടെ ധർമ്മം എന്ന് പറയും. ഇതിപ്പോ സ്ത്രീകളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ധർമ്മത്തെ പറ്റി വിസ്തരിച്ചങ്ങോട്ട് ഉപദേശിച്ചു. അപ്പൊ അവര് പറയാണ്, ഭഗവാനെ ഞങ്ങൾ വന്നതേ ധർമ്മം കേൾക്കാനല്ല. എന്തിനപ്പം ഭഗവാൻ അങ്ങനെ പറഞ്ഞത് ചോദിച്ചാൽ, സന്യസിക്കാൻ വരുന്നവരോട് ആദ്യം ഗുരുനാഥൻ പറയും ഇക്കാര്യ. സന്യസിക്കണം എന്ന് പറഞ്ഞ ഗുരുനാഥൻ അടുത്ത് വന്ന ഗുരുനാഥൻ എന്താ പറയാ? ആലോചിച്ചിട്ടാണോ? എന്താണ്? അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അവരോടൊക്കെ സമ്മതം ചോദിച്ചോ? ഭാര്യയില്ലേ? കുട്ടിയില്ലേ? ഉറപ്പിച്ചോ? ഇനിയിപ്പം അവരോടൊന്നും ഇല്ല, നീ അങ്ങോട്ടൊന്നും പോവില്ലേ? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വരികയാണോ? അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലരെന്ത് പറയും? എന്നാ ശരി, തിരിച്ചു പോട്ടെ. ഭാര്യ കുട്ടി എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ചിലരെന്ത് പറയും? ഉറപ്പിച്ചിട്ടാ വന്നത്. എന്താണ്? ഉറപ്പിച്ചു. അവരെയൊക്കെ ഭഗവാനെ ഏൽപ്പിച്ചു. അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാ കാവി വസ്ത്രമാർക്ക് കൊടുക്കും. അതാണ് സന്യാസം. അത് മോശമായിട്ട് നമ്മൾ പറയാറുണ്ടോ? അത് മോശമായിട്ട് പറയില്ല. എത്ര കാലം നമുക്ക് എല്ലാവരും നോക്കാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പോവില്ലേ? പറയാൻ സാധിക്കില്ലേ? വേണമെങ്കിൽ പോവാം. അതുകൊണ്ട് സന്യസിക്കണത് ഒരു കുറ്റമായിട്ട് പറയില്ല. അതാണ് ഇവിടെ ഭഗവാൻ പരീക്ഷിക്കുക. ഗുരുനാഥനാണ്, ശിഷ്യന്മാരെ നോക്കുകയാണ്. അവർക്ക് പ്രാപ്തി ഉണ്ടോ നോക്കി. അപ്പൊ അവര് പറയാണ്, ഭഗവാനെ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷന്റെ അടുത്തേക്ക് ഓടി വന്നതുപോലെ ഓടി വന്നാന്ന് അങ്ങ് വിചാരിച്ചോ? അങ്ങനെ അങ്ങ് വിചാരിച്ചോ? തൽക്കാലം വന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു പോവാന്ന് വിചാരിച്ചു? അങ്ങനെ വന്നതല്ല. ഞങ്ങളിനി തിരിച്ചു പോവില്ല. എല്ലാം വിട്ട് വന്നവരാണ് ഞങ്ങള്. ഭക്താ ഭജസ്വദുരവഗ്രഹമാത്യജാസ്മാൻ ദേവോ യഥാതി പുരുഷോ ഭജതേ മുമുക്ഷൂൻ. ഞങ്ങളെല്ലാം വിട്ട് വന്നതാ. ഞങ്ങൾ ഇനി ഒന്നിന്റെ പിന്നാലെ പോകണില്ല. എല്ലാം നിസ്സാരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇത്രയും കാലം ഭർത്താവിനെ സ്നേഹിച്ചത് അങ്ങയെ കിട്ടാനാ, കുട്ടിയെ സ്നേഹിച്ചത് അങ്ങയെ കിട്ടാനാ, അച്ഛനെ അമ്മയെ സ്നേഹിച്ചത് അങ്ങയെ കിട്ടാനാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെയൊക്കെ സ്നേഹിച്ചത് ആരെയാണ്? അങ്ങയെ തന്നെയാണ്. ഇതാണ് സത്യം അല്ലേ? നമ്മളൊക്കെ സ്നേഹിച്ചത് ആരെയാ? ഭഗവാനെ. കുട്ടിയിലുള്ള ഭഗവാനെയാണ് സ്നേഹിച്ചത്, ഭർത്താവിനെയല്ല. ഭർത്താവിലുള്ള ഭഗവാനെയാണ് സ്നേഹിച്ചത്. ആ ശരീരത്തെയാണോ സ്നേഹിച്ചത്? ശരീരം അവിടെ വീണു, ഭഗവാൻ പോയി. നമ്മൾ എന്ത് ചെയ്യും പിന്നെ? ആ ശരീരത്തെ പൂജിക്കോ? എടുത്ത് ദഹിപ്പിക്കും. കഴിഞ്ഞു. അപ്പൊ ആരെ സ്നേഹിച്ചത്? ഭഗവാനല്ലേ. നിത്യപ്രിയനാണ് ഭഗവാൻ. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അനിത്യപ്രിയന്മാരാ. തൽക്കാലം പ്രിയം ഉണ്ടാവുന്നേ ഉള്ളൂ. എല്ലാ കാലം പ്രിയം ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ എല്ലാ കാലം നിങ്ങൾ സ്നേഹിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഇപ്പോഴുള്ള സ്നേഹം പോയിന്ന് വരും, അയാൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം പോയിന്ന് വരും. എന്തും സംഭവിക്കാം. പക്ഷെ എന്നും നമ്മളെ സ്നേഹിച്ചും കൊണ്ട് നമ്മളും അറിയാതെ സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ആരെയാണ്? നിത്യപ്രിയേ ആണ്. ഭഗവാനാണ് നിത്യപ്രിയൻ. പതിസുതാതിഭിരാർത്തി ദൈഹിക്കും തന്ന പ്രസീത പരമേശ്വര മാസ്മ ചിന്തിയാശാംഭൃതാം ത്വയിചിരാത് അരവിന്ദനേത്ര. അങ്ങയുടെ ഉപദേശമൊക്കെ അങ്ങ് നിർത്തിക്കോളൂ.
ഞങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചത് അങ്ങയെ തന്നെയാണ്. ഇത്രയും കാലം ധർമ്മം അനുഷ്ഠിച്ചു, ഒരു ലോപവും ഇല്ലാതെ വൃത്തിയിൽ തന്നെ ചെയ്തു. അതൊക്കെ എന്തിനാ? ഈ കർമ്മമൊക്കെ അങ്ങയെ കിട്ടാനാ. ഇപ്പൊ അങ്ങയെ കിട്ടിയില്ലേ, ഇനി ഞങ്ങൾ നിർത്തുകയാണ്. ശരിയാണ്. നമ്മൾ തോണി കയറും എന്തിന്? അക്കരെ എത്താനാ. എന്തിനാ തോണി കയറിയത്? അക്കരെ എത്താൻ. അക്കരെ എത്തിയാൽ എന്ത് ചെയ്യും? തോണിന്ന് ഇറങ്ങണ്ടേ? തോണി ഉപേക്ഷിക്കണം. തോണിയാണ് ധർമ്മം. ധർമ്മം നമുക്ക് വേണം. തോണി ഇല്ലാണ്ട് അക്കരെ ഇല്ല. ധർമ്മം അനുഷ്ഠിക്കാണ്ട് നമുക്ക് ഉയരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വിചാരിക്കേണ്ട. അധർമ്മം ചെയ്തും കൊണ്ടും അന്യായം കാണിച്ചും കൊണ്ടും ഉയരാൻ പറ്റില്ല. ധർമ്മം വേണം. ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യേണ്ടി വരും? ഈ ധർമ്മം ഉപേക്ഷിച്ചാലേ. തോണിയിൽ അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോണി ഉപേക്ഷിച്ചാൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മളിവിടെ കല്യാണം കഴിച്ചതും കുട്ടി ഉണ്ടായതും ധർമ്മം അനുഷ്ഠിക്കുന്നതും അച്ഛനമ്മയെ നോക്കുന്നതും ഒക്കെ എന്തിനാണ്? ഭഗവാനെ കിട്ടാനാ. ഭഗവാന്റെ അടുത്തങ്ങോട്ട് എത്തിയ പിന്നെ എന്ത് ചെയ്യണം? ഇത് ഉപേക്ഷിക്കാൻ മടിക്കരുത്. ഗുരുവായൂരെത്തിയ പിന്നെ എന്ത് ചെയ്യണം? ബസ് ഇറങ്ങണ്ടേ? വേണ്ടേ? ഗുരുവായൂരെത്തിയപ്പോഴോ നല്ല ബസ്, എനിക്ക് ബസ് ഇഷ്ടമായി, ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അപകട. നമ്മളിവിടെ ജനിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇനിയിപ്പോൾ അങ്ങോട്ട് ഭഗവാനിലേക്ക് തിരിയണം. അതിനാണ് ഈ ജന്മം. പക്ഷേ ഇതിൽ തന്നെ മുഴുകി അങ്ങോട്ട് മരിച്ചു പോവുക പറഞ്ഞാൽ കഷ്ടമാണ്. അതാണ് ഇവർ പറയണത്. നിർത്തി, ഇനി ഞങ്ങൾക്ക് അങ്ങ് മാത്രം. അങ്ങനെ എല്ലാം തിരിച്ചു വന്നവരാണെന്ന് കണ്ട സമയത്ത് ഭഗവാൻ അവർക്ക് ആ ആനന്ദം, ആ സമാധി അനുഭവം കൊടുത്തു. അതാണ് നൃത്തം വെച്ചു എന്ന് പറയുന്നത്. നൃത്തം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ആനന്ദ നൃത്തം. ആനന്ദം ഉണ്ടാവുമ്പോൾ അഹങ്കാരം പോവും. അഹങ്കാരം പോകുമ്പോഴാണ് നമ്മൾ നൃത്തം വെക്കുക. അഹങ്കാരമുള്ളവർക്ക് നൃത്തം വെക്കാൻ പറ്റില്ല. ഈഗോ ഉള്ളവർക്ക് നൃത്തം വെക്കാൻ പറ്റും. നമുക്ക് നാലാളുണ്ട് തോന്നി ചുറ്റും നോക്കുമ്പോൾ പിന്നെ പറ്റുമോ? നമുക്ക് നാമം ജപിക്കാൻ തന്നെ നാണ. സപ്താഹഗതിയിലെ എന്നാൽ തന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കും? ഞാൻ നാമം ജപിച്ചാൽ നാമല്ലേ, വേറൊന്നുമല്ലല്ലോ. വേറെ എന്ത് ചെയ്യാനൊരു ഇലജല്ല. നാമത്തിന്റെ കാര്യം പറയുമ്പോ ഇല്ലേ, ഇവരങ്ങോട്ട് നൃത്തം വെച്ചു പറഞ്ഞാൽ അവർക്ക് അഭിമാനം പോയി. അവർ ഭഗവാന്റെ കൂടെ നൃത്തം വെച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അഹന്ത വന്നു. എന്താ അഹന്ത വെച്ചാൽ സാത്വിക അഭിമാനം. യോഗമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്ത് വരും? ഇങ്ങനെ ഒരു അഭിമാനം വന്നുകൂടാനുള്ള സാധ്യത ഉണ്ട്. അതിനെ കൂടി അതിക്രമിക്കണം. ഭക്തിമാർഗത്തിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് അഹങ്കാരം വരും. അപ്പം വിരഹം ഉണ്ടാവും, ദുഃഖം അനുഭവിക്കും. എല്ലാ ഭക്തന്മാരും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. പൂന്താനാണെങ്കിലും മീരാഭായി ആണെങ്കിലും ഏത് ഭക്തന്മാരുടെ ചരിത്രം നോക്കിയാലും എന്തുണ്ടാവും? ഭഗവാനിലേക്ക് അങ്ങനെ പോകുമ്പം ചില ദുഃഖങ്ങൾ വന്ന് പിന്നെ അതിനെ അതിക്രമിച്ചിട്ടാണ് പോവുക. ഇവർക്ക് തോന്നി ഭഗവാന് ഞാനില്ലാണ്ട വയ്യ. ആ ഭക്തന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ചില ഭക്തന്മാരൊക്കെ പറയാറുണ്ട്, ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, തിരുമേനി ഗുരുവായൂരപ്പന് ഞാനില്ലാണ്ട വയ്യ. എന്താണ് ഗുരുവായൂരപ്പന് ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. ഗുരുവായൂരപ്പൻ ഇല്ലാണ്ട് എനിക്ക് വയ്യാന്നേ പറയാവൂ. അല്ലാതെ ഞാൻ ഇല്ലാണ്ട് ഗുരുവായൂരപ്പന് വയ്യ പറഞ്ഞാൽ എങ്ങനെ? ഭക്തി അങ്ങോട്ട് കൂടുമ്പോഴേ അങ്ങനെ പറ്റും. ഞാൻ ഇല്ലാണ്ട് വയ്യ, ഗുരുവായൂരപ്പന് കഷ്ടമാണ് അയാളുടെ കഥ. അങ്ങനെ പറഞ്ഞാൽ വയ്യ. ഇവർക്ക് അങ്ങനെ തോന്നി. ഞാനില്ലാണ്ട് ഭഗവാന് വയ്യ. ഓരോ ഉപയോഗമാർക്കും തോന്നി. അത് ഭഗവാന്റെ കേമത്താണ്. തൻ്റെ ആ സ്വഭാവം കൊണ്ട്, തൻ്റെ ആ പുഞ്ചിരി കൊണ്ടും വർത്തമാനം കൊണ്ട് അവർക്ക് തോന്നിയത് ഭഗവാന് ഞാനില്ലാണ്ട് വയ്യ. അത് ഭഗവാൻ ഉറപ്പിക്കില്ല. അഹങ്കാരം വന്നാൽ ആരെ കാണില്ല? ഭഗവാൻ മറഞ്ഞു എന്ന് പറയാൻ വയ്യ. അഹങ്കാരം വന്നാൽ നമ്മൾ ഭഗവാനെ കാണാതെയാവും. അത് ഭഗവാന്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റാണ്. അഹങ്കാരം വന്ന പ്രശ്നം. തത്രൈവ അന്തരധീയത. ഭഗവാൻ ഇങ്ങോട്ട് കാണാതെയായി. അതോടുകൂടി അവർക്ക് വലിയ വിഷമം. കാണുന്നവരോടൊക്കെ ചോദിക്കും, ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടു എന്ന് ചോദിക്കും. അങ്ങനെ ഭഗവാന്റെ കാൽപ്പാട് അവർ കണ്ടു. അവരങ്ങനെ നോക്കി. തൊട്ടടുത്ത് തന്നെ വേറൊരു ഗോവസ്ത്രീയുടെ കാൽപ്പാടും ഉണ്ട്. അവർക്ക് സംശയമായി, ഇതാരാണത്? ആരാ ഈ ഭാഗ്യവതി? തൊട്ടടുത്ത് തന്നെ കാണണ്ടല്ലോ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പം ഗോവസ്ത്രീയുടെ കാൽപ്പാടില്ല. കൃഷ്ണന്റെ കാൽപ്പാടാവട്ടെ കുറച്ചധികം മടമ്പൊക്കെ അമർന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി എന്ത്? ഇവിടെ എത്തുമ്പം എന്തോ കനം എടുത്താലല്ലേ മടമ്പ് അധികം വരിക. അപ്പൊ എന്ത് പറ്റി? ഇവിടെ എത്തിയപ്പം ആ ഗോപസ്ത്രീയുടെ കാൽപ്പാട് കാണൂല. അതന്നെ അവളെടുത്തിട്ടുണ്ടാവും. ആരാണ് ആ ഭാഗ്യവതി എന്ന് കരുതി അങ്ങനെ പോകുമ്പം ആ ഭാഗ്യവതി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഒരു ഗോപി എന്നേ ഉള്ളൂ ഭാഗവത്തില്. ഭക്തന്മാര് പറയും അതാണ് രാധാദേവി. കാരണം ആ ഭക്തയ്ക്ക് മാത്രം എന്തുണ്ടായില്ല? അഹങ്കാരം ഉണ്ടായില്ല. എല്ലാവർക്കും അഹങ്കാരം ഉണ്ടായപ്പോൾ ഇവൾക്ക് അഹങ്കാരം ഉണ്ടായില്ല. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? അവളുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ചു. കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ആ ഭക്ത മനസ്സിലാക്കണത് തന്റെ കൂടെ പുറപ്പെട്ട ഭക്തകൾക്കൊന്നും ഭഗവാനെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. കിട്ടി, ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. അത് വലിയ വിഷമായി. സാത്വികന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരുമിച്ച് പുറപ്പെട്ടു, നമ്മളൊക്കെ ഒരുമിച്ച് ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കാനായിട്ട് പുറപ്പെട്ടു. ഒരാൾക്ക് മാത്രം ആനന്ദം, ബാക്കിയുള്ളവർക്ക് ഇല്ലെങ്കിലോ വിഷമാവില്ലേ? പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്, ഒരുമിച്ച് പഠിച്ചു. എന്നിട്ടോ പരീക്ഷയിൽ ജയിച്ചത് ഒരാൾ മാത്രം. ആ ജയിച്ച ആൾക്ക് എന്തുണ്ടാവും? നമ്മളാച്ചാൽ വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷേ സാത്വികന്മാർക്ക് ദുഃഖം ഉണ്ടാവുക, കഷ്ടം. ഞാൻ ആ വീട്ടിൽ പോയിട്ട് ആ അമ്മ ദോഷം ഉണ്ടായി തന്നത്. ഇയാളുടെ അമ്മ, കൂട്ടുകാരൻ്റെ അമ്മ.
അവിടുന്ന് ചായ കുടിച്ചത്, അവിടെ ഇരുന്ന് പഠിച്ചത്. ആ കൂട്ടുകാരൻ തോറ്റു, ഞാൻ ജയിക്കുകയും ചെയ്തു. വിഷമം തോന്നില്ലേ? ആ വിഷമം തോന്നണം. അതാണ് ദേവിക്ക് അങ്ങനെ തോന്നി. ഈ ഭക്തയ്ക്ക് ഒപ്പം ശ്രമിച്ചു, ഭഗവാനെ ആശ്രയിച്ചു, അങ്ങനെ മുന്നോട്ട് വന്നു. അവർക്കൊക്കെ ലേശ അഹന്ത വന്നു, അവർ തോറ്റു. പക്ഷെ ഞാൻ മുന്നിലെത്തി, പോരാ, അവരെ കൂടി എത്തിക്കണം എന്ന് കരുതി അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഹാ നാഥാരമണപ്രേഷ്ഠ. ആ ഭക്തരുന്ന് കരയാണ്, ഗോപികമാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തേടിയാൽ കിട്ടില്ല, പാടിയാലേ കിട്ടുള്ളൂ. അന്വേഷിച്ചാൽ കിട്ടില്ല, അന്വേഷിക്കുമ്പോൾ അഹന്തണ്ട്, ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് അത് നിർത്തൂ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തൊട്ടിൽ കുട്ടികൾ കരയണത് പോലെ കരയൂ. കുട്ടിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല, എന്താ ചെയ്യുക? അവിടെ ഇരുന്ന് കരയും. ആരെത്തും? അമ്മ എവിടേക്ക് എത്തും? ഏത് മൃഗമാണെങ്കിലും പൂച്ചക്കുട്ടി ഇരുന്ന് കരയുള്ളൂ. കരയുന്ന സമയത്ത് ഇങ്ങനെ അന്വേഷിച്ചാൽ വരും. പൂച്ച അവിടെ എത്തും. ഏത് കുട്ടി അങ്ങനെയാണ്, അതിന് പോകാൻ പറ്റില്ല. അവിടെ ഇരുന്ന് കരയണ സമയത്ത് വന്ന് രക്ഷിക്കും. അതുകൊണ്ട് ഇരുന്ന് കരഞ്ഞോളൂ, പാടിക്കോളൂ. അങ്ങനെയാണ് അവര് പാടുന്നത്. അതാണ് ഗോപികാഗീതം. ജഗതിദേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രയീ ദയദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവഃ താം വിചിന്വതേ. താവകാഃ, അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടതെന്നാണ്. ഇതുവരെ അവർക്ക് എന്റെ കൃഷ്ണൻ എന്നുള്ള ഭാവമായിരുന്നു. ഇപ്പൊ അവർ അങ്ങനെയല്ല പറയണത്. എന്താ പറയണത്? താവകാഹ. താവകാഹ പറഞ്ഞാൽ അങ്ങയുടെ ആണ്. എന്താണ്? ഞങ്ങൾ ആരുടെയാ? ഞങ്ങൾ അങ്ങയുടെ. ഇത്ര നേരം പറഞ്ഞത് എന്തായിരുന്നു? എന്റെ കൃഷ്ണൻ, എന്റെ മാത്രം. അങ്ങനെയൊന്നും പറയരുത്. ഭഗവാൻ എല്ലാവരുടെയാ. അതിൽ അഹന്തണ്ട് എന്റെ എന്ന് പറയുമ്പോ. ഇപ്പൊ അവരുടെ ഭാവം മാറി, വിശാലമായി. താവകാഹ, ഞങ്ങൾ അങ്ങയുടെ അല്ലേ ഭഗവാനെ, ഞങ്ങൾ അങ്ങയുടെ സ്വത്തല്ലേ. ആ ഭാവമായി. അഹന്ത പോയി എന്നർത്ഥം. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ തെറ്റ്. അങ്ങനെ കേവലം ഒരു മനുഷ്യനായിട്ട് കണ്ടു അല്ലേ, അതല്ലേ പറ്റിയത്? കേവലം ഒരു പുരുഷനായിട്ട് കണ്ടു, ഗോപികയുടെ മകനായിട്ട് കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് കേവലം ഒരു ഗോപികയുടെ മകനല്ല. നഖലു ഗോപികാ നന്ദനോ ഭവാൻ. ഇവര് ഉപനിഷത്തൊക്കെ പഠിച്ചവരാ, അത് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? അടുത്ത വരി, നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മതൃക്ക്. അങ്ങ് ആരാണ്? എല്ലാ ദേഹികളുടെയും ഉള്ളിൽ അന്തരാത്മാവായിട്ട്, അന്തര്യാമിയായിട്ട് കൂടികൊള്ളുന്ന ചൈതന്യം അങ്ങാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പുരുഷന്മാരിലും സ്ത്രീകളിലും മനുഷ്യരിലും പക്ഷികളിലും ഒക്കെ അന്തര്യാമിയായിട്ടിരിക്കുന്നത് ആരാ? അത് കൃഷ്ണ, നീയാണെന്ന് ഞങ്ങൾക്ക് ബുദ്ധിയായി ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് ഗോപികാഗീതാണ്. അവര് പാടുകയാണ്. അവർക്ക് തിരിച്ചറിവുണ്ടായി. അവർ വീണ്ടും വീണ്ടും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ മതി, ഇനി ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് എന്താ ഇപ്പം വിഷമം എന്ന് ചോദിച്ചാൽ, അങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ വിഷമം ഞങ്ങളെ പറ്റിക്കാൻ അങ്ങ് ഒളിച്ചു നിൽക്കുമ്പോഴേ അങ്ങയുടെ കുഞ്ഞിക്കാല് അത് കല്ലും മുള്ളും കൊണ്ട് വേദനിക്കും എന്നുള്ള പേടിയാണ്. ഓരോരോ ലീലയിലൂടെ ക്രമത്തിൽ അങ്ങയിലെ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാക്കി തീർത്ത് ഈ കാട്ടിൽ വെച്ച് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് മറഞ്ഞു പോയി. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങളുടെ കുറ്റം തന്നെയാണ്, അഹന്ത വന്നുകൊണ്ടല്ലേ. പക്ഷെ ഞങ്ങളെ പറ്റിക്കാൻ അങ്ങ് ഒളിച്ചിരിക്കുമ്പം അങ്ങയുടെ പാദം മുറിയോ എന്നുള്ള പേടിയാണ് ഇപ്പം ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇനി പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്ന പേടിക്കണ്ട, ഞങ്ങൾ പോവുകയാണ്, അങ്ങ് സ്വസ്ഥായിട്ടിരിക്കൂ. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അതാ വേണ്ടത്. തൽ സുഖ സുഖിത്വം തൽ ദുഃഖ ദുഃഖിത്വം തന്മയത. അങ്ങനെ പറയാം. അവനവന്റെ ദുഃഖം മുഖ്യമല്ല, ഭഗവാൻ ദുഃഖിക്കരുത്, ഈ ഭാവം. തന്റെ സുഖം മുഖ്യമല്ല, ഭഗവാൻ സുഖമായിട്ടിരിക്കണം, ഈ ഭാവം. ഇതാണ് ഭക്തന്മാർക്ക് വേണ്ടത്. നമ്മൾ തിരിച്ചാ, ഭഗവാൻ കുറച്ച് ക്ലേശിച്ചാണെങ്കിലും സാരമില്ല, എന്റെ കാര്യം നടത്തി തരണം, എന്നെ സന്തോഷമായിട്ട് വെക്കണം. അത് ഭക്തിയല്ല, അത് കച്ചവടം, അത് ഉപദ്രവിക്കല. ഇവരുടെ ഭാവം ഇപ്പം നോക്കൂ. ഇപ്പം എന്താ അവർ പറയണത്? ഭഗവാനെ അങ്ങ് വേദനിക്കരുത്, അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവര് ഭഗവാനെ വിളിച്ച് കരയാൻ തുടങ്ങി. ആദ്യം അവര് പാടി, കുറച്ചു കഴിഞ്ഞപ്പോ പാടലൊക്കെ നിന്നു. രുരുദുഹു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാ. പരീക്ഷത്തെ അവരം കണ്ട് കരയാൻ തുടങ്ങി. രുരുദുഹു സുസ്വരം, നന്നായി കരഞ്ഞു. സുസ്വരം എന്താർത്ഥം? നല്ല കരച്ചില്. കരച്ചിലൊക്കെ നല്ലതെന്ന് പറയണച്ചാൽ അത്രയ്ക്ക് കണ്ണിച്ചു പറയില്ലാത്ത ആളാ വിചാരിക്കും നമ്മള്. കുട്ടി ഇങ്ങനെ കരഞ്ഞു, എന്ത് രസാ കാണാൻ, അങ്ങനെ കരയ അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? കുട്ടിയുടെ കരച്ചിൽ പോലെയല്ലോ. ഈ ഗോപികള് മറ്റ് പലതും കിട്ടാൻ വേണ്ടി കരയാണെങ്കിൽ നമുക്ക് മോശം എന്ന് പറയാം. ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞ് കരയുമ്പം അതിന് ഭംഗി, നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ള കരച്ചിൽ അധികം കാണാറില്ല. ഉണ്ടോ? നമ്മളൊക്കെ കരയാറുണ്ട് അമ്പലത്തിൽ വന്നിട്ട്. എന്തിനാ കരയണത്? ഭഗവാനെ കിട്ടണം അല്ലല്ല, ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിട്ട് കരയണം. കല്യാണം കഴിയണം, കുട്ടി ഉണ്ടാവണം, അസുഖം മാറണം, കരഞ്ഞോട് കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഈ കരച്ചിൽ വന്ന അതൊക്കെ നേരെ കിട്ടിയിരുന്നു. ഈ കരച്ചിൽ എന്ത് ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞ എത്ര പേര് കരയുന്നുണ്ട്. രാമകൃഷ്ണദേവൻ പറയും ഇവിടെ കുടം കുടം കണക്കിന് കണ്ണീരിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല പറഞ്ഞ് കരയാണ്. ഭഗവാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ എത്ര പേര് കരയുന്നുണ്ട്. ഓരോ അസ്തമയം കഴിയുമ്പോഴും കരയണം എന്നാണ്. ഇന്നത്തെ ദിവസവും കൊഴിഞ്ഞു പോയി. എനിക്ക് ഈശ്വരനെ കിട്ടിയില്ലല്ലോ, ഞാൻ നേർവഴിക്കല്ലല്ലോ സഞ്ചരിക്കണത്, എനിക്ക് ഭഗവാൻ ഇന്നും കാണാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് ആ അനുഭൂതി ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് ജീവൻ തുടിക്കണം എന്നാണ്. ഇവരങ്ങനെ കരഞ്ഞു. അതാണ് രുരുദുഹു സുസ്വരം, നന്നായി കരഞ്ഞു. എന്താ കാരണം? കൃഷ്ണ ദർശനലാലസാഹ, ഭഗവാനെ കാണാൻ മോഹിച്ച് കരഞ്ഞു. അവരുടെ അഹങ്കാരമൊക്കെ കണ്ണീരിലൂടെ പോയി എന്ന് ഉറപ്പാക്കിയ ഭഗവാൻ അവരെ മുന്നിലേക്ക് വന്നു. സാക്ഷാൽ മന്മഥ മന്മഥ, മന്മഥന് പോലും മന്മഥനായി കൊണ്ട് കാമത്തെ ഇല്ലാണ്ടിയാക്കുന്ന ഭഗവാൻ. എന്താണ്? അതാണ് മന്മഥൻ എന്ന് പറഞ്ഞ കാമദേവനാണ്. മന്മഥ മന്മഥ, അവർക്ക് കാമം ജനിക്കല്ല ഉണ്ടായത്, അവരുടെ കാമത്തെ അങ്ങോട്ട് വറുത്തു പൊടിച്ചു. വറുത്താ പിന്നെ വിതച്ചാൽ മുളക്കില്ല. വാസന ഉള്ളിലുണ്ടെങ്കിൽ അത് വീണ്ടും മുളയ്ക്കും. പക്ഷെ അതിനെ വറുത്താലോ? വറുത്താ പിന്നെ ധൈര്യമായിട്ട് കൊണ്ടിടക്കാം. എന്തില്ല, അത് മുളക്കില്ല, വിതച്ചാലും മുളക്കില്ല. ഇനി ഈ ഗോപികമാർ എന്ത് ചെയ്താലും വീഴില്ല. ആ ഭാഗത്തിന് ഭഗവാൻ ആക്കി തീർത്തുനിന്ന് കാണിക്കാനാണ് സാക്ഷാൽ മന്മഥ മന്മഥ. ഭഗവാൻ അവിടെ അവതരിച്ചു. അവിടെ ഉണ്ട് ഭഗവാൻ. അജ്ഞാനം പോയപ്പം അഹങ്കാരം പോയപ്പം ഭഗവാനെ കണ്ടു. അവർ ഓടിച്ചെന്നു. ഭഗവാൻ ഇരിക്കാനായിട്ട് അവരുടെ വേഷ്ടി കുഴിഞ്ഞ് അതങ്ങനെ വട്ടത്തിൽ വെച്ചു കൊടുത്തു. ഭഗവാൻ അവിടെ ഇരുന്നു. ഇവിടെ ശ്രീശുകർ പറയാണ്, പരീക്ഷത്തെ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കാൻ മടിക്കുന്ന ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ വേഷ്ടിയിലിരുന്നു പറഞ്ഞാൽ അവിടെ ശുദ്ധ ഹൃദയം കണ്ടപ്പം ഭഗവാൻ ഇരുന്നു. അവർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദിച്ചത് വെച്ചാൽ ഭഗവാനെ പലതരത്തിൽ അവിടെ ആളുകൾ, ചിലരുടെ അങ്ങോട്ട് സ്നേഹിക്കും ഒന്ന്, ചിലരുടെ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കില്ല രണ്ട്. ഇതിൽ ഏതിലെ പങ്ക് വിടുക എന്നാണ്. ഭഗവാൻ പറഞ്ഞു, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും. ഇങ്ങനെയാണ് ലോകത്ത് അധികം പേരും. അത് ഉദാത്തമായ സ്നേഹമാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ട്, ഇല്ലെങ്കിൽ ഡൈവേഴ്സ്. അങ്ങനെയാണ് ലോകത്ത് അധികം. അങ്ങോട്ടുണ്ട് അങ്ങനെയാണ്. തെറ്റൊന്നുമില്ല. ലോകം മുന്നോട്ട് പോകാൻ അതൊക്കെ മതി. പക്ഷെ അത് ഉദാത്തമാണെന്നൊന്നും ഞാൻ പറയില്ല. ഉദാത്തമായ സ്നേഹത ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടുണ്ട്. അതാണെന്ത്? അച്ഛനമ്മമാര് മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഇങ്ങോട്ടുണ്ടോ ഇല്ലയോ ഒന്നും അന്വേഷിക്കണില്ല, അങ്ങോട്ട് ഇങ്ങനെ സ്നേഹിക്കുക. അത് ഉദാത്തമായ സ്നേഹം. എല്ലാവരെയും സ്നേഹിക്കുക. ലോകസേവ, ലോക നന്മ പ്രാർത്ഥിച്ചും കൊണ്ട് നല്ല കാര്യമാണ്. ചിലർ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല. അതെങ്ങനെയാ ചോദിച്ചാൽ അതിപ്പോ എല്ലാവരും മോശക്കാരാ പറയാൻ പറ്റില്ല കേട്ടോ. ആത്മാരാമന്മാരങ്ങനെയാണ്, നന്ദില്ലാത്തവരും അങ്ങനെയാണ്. എന്താണ്? രണ്ടുപേരും കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. ആത്മാരാമന്മാരെന്താ, മറ്റുള്ളവരോട് ലോകിയൊന്നും ചിലപ്പോൾ പറഞ്ഞോണമെന്നില്ല. ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞോണമെന്നില്ല, ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് ചിരിച്ചോണമെന്നില്ല. അത് ദേഷ്യം കൊണ്ടല്ല, അവരങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അവരെല്ലാവരിലും ഈശ്വരനെ കാണുന്നത് കൊണ്ടാണ്. ഇനി ഞാൻ ഏതിലാ ചോദിച്ചാൽ ഞാനിതിലൊന്നുമല്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം തന്നെയുള്ളൂ. നിങ്ങളോടും എനിക്ക് എന്തേ ഉള്ളൂ? സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ ചോദിച്ചു, അതുകൊണ്ടല്ലേ മാറി വന്നത്? സ്നേഹമുള്ള ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് മാറുന്നത്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് എന്നോട് അത്രയ്ക്കില്ല എന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ സ്നേഹം കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് മാറുന്നത്. ഇപ്പൊ സ്നേഹം കൂടിയല്ലോ, അടുത്ത് നിന്നാൽ സ്നേഹം കുറയും, വിട്ടു നിന്നാൽ സ്നേഹം കൂടും. അറിയില്ലേ? അതിപ്പോ ഇനി വേറെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കിപ്പോ സ്നേഹാരോടാ, ദൂരത്തുള്ളവരോടാണ് സ്നേഹം. അടുത്തിരുന്നാ പോയി. ദൂരത്താകുമ്പോൾ കാണാതെ ആകുമ്പോൾ സ്നേഹം കൂടും, ഒപ്പം ഇരിക്കുമ്പോൾ കുറയും. അത് അമ്മമാരോട് ചോദിച്ചാൽ മതി. മക്കളെ കാര്യമൊക്കെ വിശേഷം ചോദിച്ചാൽ അവർ പറയണത് കാണുമ്പോൾ മനസ്സിലാവും. എത്ര മക്കളാ? 3 മക്കളാ. മൂത്ത മകൻ അമേരിക്കയില്. വലിയ സന്തോഷമാണ്. കണ്ണൊക്കെ വിടർന്ന് ചുണ്ടൊക്കെ മലർന്നും കൊണ്ടാ പറയാ. രണ്ടാമത്തെ മകൻ തൃശ്ശൂര്. ആ മകന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അയാളാ നോക്കണത് ഒക്കെ ഉണ്ടെന്നാലും ഇഷ്ടാരോടാ? അത് ദൂരത്തായോണ്ടാ. അത്രയേ ഉള്ളൂ. ദൂരത്തുള്ളവരോട് സ്നേഹം കൂടും, അടുത്തിരുന്നാൽ സ്നേഹം കുറയും. നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള ഭക്തി സ്നേഹം കുറഞ്ഞു വരുന്നുണ്ടോ സംശയം തോന്നിയോണ്ട് വിട്ടിരുന്നതാ. ഇപ്പം കൂടിയല്ലോ, സന്തോഷമായി എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നൃത്തം വെച്ചു. അതാണ് രാസക്രീഡ, ആ അനുഭവം. രാസം എന്ന് പറഞ്ഞാൽ രസത്തിന്റെ ഭാവം, ആനന്ദം എന്നർത്ഥം. ആ ആനന്ദം ആർക്ക് കൊടുത്തു? ആ ഗോപസ്ത്രീകൾക്ക് കൊടുത്തു. ഒന്നിനെയും ആശ്രയിക്കാണ്ടുള്ള ആനന്ദം. ഇപ്പൊ നമുക്കുള്ളത് പലതിനെയും ആശ്രയിച്ചിട്ടാണ്. ടിവിയെ ആശ്രയിച്ചിട്ട്, മറ്റുള്ള വ്യക്തികളെ ആശ്രയിച്ചിട്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് കുടിച്ചിട്ട് തൊട്ടിട്ടൊക്കെയാണ്. ഇതൊന്നും വേണ്ട. ഒന്നുമില്ലാതെ ആരെയും ആശ്രയിക്കാതെ അനുഭവിക്കുന്ന ആനന്ദം, അതാണെന്ത്? അതാണ് രാസം. രസോ വൈസഹ. രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് രസം അനുഭവിക്കാൻ പറ്റുമെന്നുള്ള തെളിവാണ് എന്ത്? ഉറക്കം. ഉറക്കത്തിൽ ആരെയും ആശ്രയിക്കുന്നില്ല, സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഒന്നും കഴിക്കാനില്ല, കുടിക്കാനില്ല, സീരിയലും കാണുന്നില്ല. പക്ഷെ എന്തുണ്ട്? സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. സുഖമുണ്ട്. സുഖം, രസം. അത് ഉണർന്നിരിക്കുമ്പോഴും അനുഭവിക്കാൻ സാധിക്കും നമുക്ക്. അതാണെന്ത്? അതാണ് രാസം. ഉണർന്നിരിക്കുമ്പോഴും സുഖമായിട്ടിരിക്കാൻ സാധിക്കുക, സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുക. അത് സാധിക്കും.
അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. വൃന്ദാവൻ ലീലയുടെ അവസാനത്തെ ലീലയാണെന്ത്? ഈ രാസം, അനുഭൂതി, ദിവ്യ അനുഭൂതി. ഇനി ഭഗവാൻ ഈ അനുഭവം മധുരയിലുള്ളവർക്ക് കൊടുക്കണ്ടേ, അവർക്ക് മുക്തി കൊടുക്കണ്ടേ, അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. പരീക്ഷത്തും ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞാലും ഈ രാത്രി സമയത്ത് ഈ സ്ത്രീകളൊക്കെ ആ കാട്ടു പോയിട്ട് ഈ കൃഷ്ണന്റെ കൂടെ നൃത്തം വെക്കുക എന്ന് പറഞ്ഞാൽ, പറഞ്ഞു, അത് പരീക്ഷത്തെ അങ്ങ് ഈ കൃഷ്ണനെ പുരുഷൻ എന്ന് കണക്കാക്കിയില്ലേ ഇപ്പൊ? ഇല്ലേ? അവിടെ കുഴപ്പം. കൃഷ്ണനെ പുരുഷൻ എന്ന് കാണുമ്പോഴല്ലേ കുഴപ്പം. ഇടയ്ക്കൊക്കെ അങ്ങേക്ക് അറിയും ചെയ്യാലോ കൃഷ്ണൻ പുരുഷനല്ല, പുരുഷന്റെ പുരുഷത്വവും സ്ത്രീയുടെ സ്ത്രീത്വം എന്ന് അറിയാലോ. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? പുരുഷനെ അല്ലെങ്കിൽ കൃഷ്ണനെ പുരുഷനിൽ അങ്ങോട്ട് ഒതുക്കും. അവിടെയാണ് പ്രശ്നം. അത് മാറ്റിക്കോളും. കൃഷ്ണനെ എല്ലാവർക്കും എൻ്റെ എന്ന് പറഞ്ഞാൽ ആർക്കും ആക്ഷേപമൊന്നും ഉണ്ടാവാറില്ലേ? ഉണ്ടോ? ഭാര്യ എൻ്റെ എന്ന് പറയാറില്ലേ? ഭർത്താവ് എൻ്റെ എന്ന് പറയാറില്ലേ? ഗുരുവായൂർ പോയാൽ എന്താ ഭർത്താവ് പറയാ? ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ ഭർത്താവ് മാറി നിന്നു. പിന്നെ ആര് വരും? ഭാര്യ വന്നിട്ട് എന്താ പറയാ? ഭർത്താവിന്റെ കൃഷ്ണ അല്ലല്ല, എൻ്റെ കൃഷ്ണ. ഭർത്താവിന് വിഷമമുണ്ടോ? അത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഒരു വിഷമം? ഇല്ല. കാരണം എന്താ? അവളുടെയാണ്. എത്രയോ പേര് ലക്ഷക്കണക്കിന് പേര് തൊഴാൻ വന്നിട്ട് അവരുടെ ഒക്കെയാണ്. ആർക്കും പരാതിയില്ല. എന്താ കാരണം? അപ്പം പുരുഷനായിട്ടല്ല കാണുന്നത്. എന്തായിട്ടല്ല? പുരുഷനായിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ത് തോന്നായിരുന്നു? ആരാ നിന്റെ കൃഷ്ണൻ എന്ന് ചോദിക്കും. ചോദിച്ചിട്ടില്ല. എന്താ അർത്ഥം? അത് ഈശ്വരനാണ്. പുരുഷനുമല്ല, സ്ത്രീയുമല്ല. അല്ലെങ്കിൽ പുരുഷന്റെ പുരുഷത്വവും സ്ത്രീയുടെ സ്ത്രീത്വം ഒക്കെ ഈ ഭഗവാനാണ്. അതെപ്പോഴും വിചാരിക്കും. ഇടയ്ക്ക് ഈ അജ്ഞാനം വരുന്നത് എന്താ? അതാ ചോദ്യം. എന്തിനാ ഇടയ്ക്ക് വെച്ച് ഭഗവാനെ ഒതുക്കുന്ന ഒരു പുരുഷനായിട്ട് ഒതുക്കണത് എന്തിനാ? അതാവശ്യമില്ല, അതങ്ങ് ഒഴിവാക്കും. പിന്നെ അങ്ങ് പേടിക്കണ്ട. നമുക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണത്. ഇവരൊക്കെ ഈ ഗോപന്മാരൊക്കെ ടോർച്ചടിച്ച് നോക്കി വീട്ടിലെ. പെട്ടെന്ന് അവർക്ക് തോന്നിയത് സ്ത്രീകളൊപ്പമില്ല തോന്നി, ഭാര്യമാരൊപ്പമില്ല തോന്നിയപ്പോൾ അവര് ടോർച്ചടിച്ച് നോക്കിയേ. അപ്പൊ ആരുണ്ട് അവിടെ? വിളക്കൊക്കെ ഒത്തിച്ച് നോക്കിയ സമയത്ത് സ്ത്രീകൾ, ഭാര്യമാരൊക്കെ അവിടെ ആ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. സമാധാനമായിട്ട് അവരൊക്കെ ഉറങ്ങും ചെയ്തു. അപ്പൊ നമ്മുടെ വിഷമം തീർന്നില്ലേ? അപ്പൊ ആരാ അങ്ങോട്ട് പോയത്? ഉള്ളില് എന്നാണ്. നമ്മുടെ ആദ്യം കഥ പറയുമ്പോൾ പറഞ്ഞില്ലേ, ഒരു മഹർഷി ധ്യാനിച്ചിരുന്നു എന്നിട്ടോ ചത്തപാമന് തോളിലിട്ടു. ആരറിഞ്ഞില്ല? ആ മഹർഷി അറിഞ്ഞില്ല. അയാൾ എവിടെയിരുന്നു? അയാൾ വൈകുണ്ഠത്തിലാ, ഭഗവാനോട് ചേർന്നിരിക്കുകയായിരുന്നു. ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതുപോലെ ഗോപസ്ത്രീകളുടെ ശരീരം എവിടെ ഉണ്ട്? ശരിക്കും അവരെവിടെയുള്ളത്? ഭഗവാനിലാണ്. അപ്പൊ എവിടെ ഇരിക്കുന്നത്? അവരുടെ ശരീരം. ആ അനുഭൂതി അത് എവിടെ ഇരുന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ജീവൻ മുക്തന്മാരൊക്കെ അങ്ങനെയാണ്. ഈ ലോകത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവരെ അനുഭവിക്കുന്ന അനുഭൂതി അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. അതാണ് രാസം, ഇതാണ് രസം. ഇത് അനുഭവിക്കുക വേണ്ടത്. ഇത് അനുഭവിച്ചാൽ പിന്നെ എന്തില്ല? പിന്നെ ഒന്നുമില്ല, ദുഃഖമില്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ ഫലശ്രുതിയായിട്ട് എന്താ പറയണത്? രാസക്രീഡ കേട്ട് കഴിഞ്ഞാൽ ഹൃദ്രോഗമാശ്വപഹിനോതി അജിരേണ ധീര. ഹൃദ്രോഗം ഇല്ലേണ്ടിയാവും. ഏതാ ഹൃദ്രോഗം? കാമം, ക്രോധം, ലോഭം, മോഹം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ പോയിട്ട് ഹൃദയം ശുദ്ധമാവും. ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ഗോവിന്ദാഭിഷേകം അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഗോവിന്ദ എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ അഹങ്കാരം നീങ്ങണം, അതാണ് അർത്ഥം. ആ പ്രകരണം വായിക്കുമ്പോഴും ഗോവിന്ദ എന്ന് വിളിക്കുമ്പോഴും ഓർക്കേണ്ടത് എന്താ? ഇന്ദ്രന്റെ അഹങ്കാരം കണ്ണീരിലൂടെ പോയതുപോലെ നമ്മുടെയും അഹന്ത തീരണം. അതിനാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും എന്ത് ചെയ്യണത്? ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ കിട്ടാൻ തടസ്സം അഹന്തയാണ്. അത് നീങ്ങട്ടെ കരുതിയിട്ടാണ്. അപ്പൊ അതൊക്കെ നീങ്ങാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ഗോവിന്ദാഭിഷേക സമയത്ത് ഭക്തന്മാർക്കൊക്കെ അഭിഷേകം ചെയ്യാനുള്ള അവസരം. ആദ്യം ഇവിടെ അഭിഷേകം ചെയ്യും. എന്നിട്ട് ആ വിഗ്രഹം മുന്നിലേക്ക് വയ്ക്കും പീഠത്തില്. പിന്നെ ഓരോരുത്തരും വരിയായിട്ട് വന്ന് ഗോവിന്ദ ജപിച്ച് ഭക്തിയോടുകൂടി അഭിഷേകം ചെയ്യാം. ആഗ്രഹിക്കുന്നവർ അതിന് ഒരുങ്ങുക. സംഘാടകർ അതിനുള്ള ഒരുക്കങ്ങളും ചെയ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.